നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ നാം ആർജിച്ചെടുക്കുന്ന ഈമാനികമായ കരുത്തുകൊണ്ട് വരുംകാല ജീവിതത്തെ അവന്റെ വടിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നസീബാക്കി തരട്ടെ. നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ തമ്മിലുള്ള മാനുഷികമായ ബന്ധങ്ങൾ, അവയിൽ ഏറെ സൂക്ഷ്മത പുലർത്താനും അതുവഴി വിജയിക്കാനും അമലുകൾ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗൾഫിൽ പോയ ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പിതാവ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറായ സന്തോഷകരമായ കുടുംബം പുലർത്താൻ ഉതകുന്ന രീതിയിലുള്ള ഖൈറായ ജോലികളിലേക്ക് എത്തിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ കണ്ടെത്താ ദൂരങ്ങളിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്. അല്ലാഹു അവനെ ഭയപ്പെട്ട് ഹലാലായ സമ്പാദ്യമുണ്ടാക്കി റാഹത്തോടെ നമ്മിലേക്ക് മടങ്ങി വരാൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല 3 മജ്ലിസുകളിൽ പോയി നോക്കാൻ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. 3 സദസ്സുകളിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം 1ാമത്തെ സദസ്സിലേക്ക് ചെന്നു. അവിടെ ആളുകൾ കൂട്ടം കൂടിയിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ദിക്ർ ചൊല്ലുന്നത്? ഈ കൂട്ടമായി നിങ്ങൾ ദിക്ർ ചൊല്ലുന്ന ഉദ്ദേശം എന്താണ്? ആ സമയത്ത് അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ ശക്തമായ ശിക്ഷയാകുന്ന നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, നരകത്തിന്റെ അദാബിൽ നിന്ന് സലാമത്ത് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നത്. ഈസാ നബി ചോദിച്ചു, അല്ലാഹു നിങ്ങളോട് പറഞ്ഞിരുന്നോ ദിക്ർ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന്? അവര് പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞില്ല, എന്നാലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, ആ നിലക്ക് നരകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നത് എന്നവർ മറുപടി പറഞ്ഞു. ഈസാ നബിക്ക് ആ മറുപടി അത്ര തൃപ്തിയായില്ല. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ മറ്റൊരു സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട ഈസാ നബി പോവുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി സദസ്സിൽ ഇതേപോലെ ആളുകൾ കൂട്ടിയിരുന്നു കൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ദിക്ർ ചൊല്ലുന്നത്? അവര് പറഞ്ഞു, അല്ലാഹുവിൻ ഞങ്ങൾക്ക് ഇങ്ങനെ ദിക്ർ ചൊല്ലിയാൽ സ്വർഗ്ഗം നൽകും, സ്വർഗീയമായ സുഖങ്ങൾ ആസ്വദിക്കാൻ, സ്വർഗീയമായ ജീവിതം മരണാനന്തരം ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നത്. ഈസാ നബി അവരോട് ചോദിച്ചു, അല്ലാഹു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ദിക്ർ ചൊല്ലിയാൽ സ്വർഗ്ഗം തരാമെന്ന്? അവര് പറഞ്ഞു, സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്, ആ ആഗ്രഹത്തോടു കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നത്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മറുപടിയിലും അത്ര തൃപ്തി കണ്ടില്ല. 3ാമത്തെ ഒരു മജ്ലിസിലേക്ക്, സദസ്സിലേക്ക് ഇതേപോലെ പോവുകയാണ്. അവരും ഇതേപോലെ കൂടിയിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, കൂട്ടം കൂട്ടമായി ദുആ ചെയ്തുകൊണ്ട് അവർ പിരിയുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ദിക്ർ ചൊല്ലുന്നത്? നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്ന ഉദ്ദേശം എന്താണ്? അവര് മറുപടി പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാനാണ്, പടച്ചവന്റെ കാരുണ്യം ലഭിക്കാനാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളാണ് യഥാർത്ഥ ലക്ഷ്യം വെച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന ആളുകൾ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, പടച്ചവന്റെ കരുണയുടെ വർഷമുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദിക്ർ ചൊല്ലുന്നുവെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യമാണ് യഥാർത്ഥ ലക്ഷ്യം, നിങ്ങളാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യത്തോട് കൂടി ദിക്ർ ചൊല്ലുന്ന ആളുകളെന്ന് ബഹുമാനപ്പെട്ട മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ സംഭവം ബോധിപ്പിക്കുന്നത് നമ്മുടെ ദിക്റുകൾ, നാം ചൊല്ലുന്ന ദിക്റുകൾ സ്വർഗം പ്രാപിക്കുവാനോ നരകത്തിൽ നിന്ന് സലാമത്താക്കുവാനോ അല്ല. അതിനപ്പുറത്ത് നമ്മുടെ ഉദ്ദേശം അല്ലാഹുവിന്റെ റഹ്മത്തായിരിക്കണം, പടച്ചവന്റെ കാരുണ്യമായിരിക്കണം. പടച്ചവന്റെ കാരുണ്യമുണ്ടെങ്കിലോ സ്വർഗം നമുക്ക് അല്ലാഹു തആല നൽകും. അവന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ.
മാത്രമല്ല അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിലേ അവന്റെ ശക്തമായ ശിക്ഷയാകുന്ന നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ലോകത്ത് നാം ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന എല്ലാം അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം അല്ലാഹുവിന്റെ റഹ്മത്തായിരിക്കണം, കാരുണ്യമായിരിക്കണം. മുഅ്മിനീങ്ങളെ, ആ കാരുണ്യത്തിന്റെ പത്ത് അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളായത് അവ്വലുഹു റഹ്മ, റമളാനിന്റെ ആദ്യത്തെ 10 റഹ്മത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ പഠിപ്പിച്ച 10 ഇന്നത്തോടുകൂടെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ ഒന്നാമത്തെ 10 കഴിയുകയാണ്. റഹ്മത്തിന് വേണ്ടി പടച്ചവൻ നിശ്ചയിച്ച 10. എന്നാൽ അടുത്ത 10 മഗ്ഫിറത്തിന്റേതാണ്. മഗ്ഫിറത്ത് കിട്ടാൻ പോലും അവസാന 10 നരകമോചനം കിട്ടാൻ പോലും അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണം. റഹ്മത്ത് കിട്ടാതെ പടച്ചവന്റെ റഹ്മത്ത് ലഭിക്കാതെ പാപമോചനവും നരകമോചനവും സിദ്ധിക്കുക സാധ്യമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെ ആഗ്രഹത്തോടെ റമദാൻ ശരീഫിന്റെ അവസാന സമയങ്ങൾ, റമദാൻ ശരീഫിലെ ആദ്യത്തെ 10 അവസാന മണിക്കൂറുകളാണ് ചിന്തിച്ച് ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള ആളുകളോട്, ഭൂമിയിൽ കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരോട് കരുണ ചെയ്യുക. ഉന്നതങ്ങളിൽ ഇരിക്കുന്നവൻ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്ന്. ആകാശത്തിലിരിക്കുന്നവെന്ന് പറഞ്ഞാൽ ആകാശം എന്ന ഉദ്ദേശം, മറിച്ച് ഉന്നതമായ സ്ഥാനങ്ങളിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സഹജീവികളോട്, നിങ്ങൾ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവരോട് കരുണ ചെയ്യണേ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അവസാന സമയങ്ങളാണ്, അവസാനത്തെ മണിക്കൂറുകളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ ആഗ്രഹത്തോടുകൂടെ ഇനിയുള്ള സമയങ്ങൾ കഴിച്ചുകൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്ത്, റഹ്മതീ വസിഅത് കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നുവെന്ന്, വ്യാപിച്ചു കിടക്കുന്നുവെന്ന് പടച്ചവൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ പറയുകയുണ്ടായി, അല്ലാഹു തആല സ്വർഗ്ഗത്തെ കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹി തങ്ങൾക്ക്. എന്നിട്ട് റബ്ബ് തആല പറയുന്നു, സ്വർഗ്ഗമേ നീ എന്റെ റഹ്മത്താണ്, സ്വർഗ്ഗമേ നീ എന്റെ റഹ്മത്താണ്. അർഹമു ബികി മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിന്നെ കൊണ്ട് കാരുണ്യം ചെയ്യും. നരകത്തെ കാണിച്ചുകൊണ്ട് റബ്ബ് തആല പറയുന്നു, നരകം എന്റെ അദാബാണ്, നരകമേ നീ എന്റെ ശിക്ഷയാണ്. ഉഅദ്ദിബു ബികി മൻ അശാ, ഇഷ്ടമുള്ളവരെ, ഞാൻ ആഗ്രഹിക്കുന്നവരെ നരകമാകുന്ന നിന്നെ കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് റബ്ബ് തആല പറഞ്ഞു, നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗമായിരുന്നാലും എന്തൊക്കെ നിഅമത്തുകളായിരുന്നാലും എന്ന് വേണ്ട സഹോദരങ്ങളെ, ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ ആസ്വദിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ കാരുണ്യവർഷം കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട്, അതിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ചും ആളുകളുമായുള്ള, ജനങ്ങളുമായുള്ള ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്താൻ മഗ്ഫിറത്തിന്റെ 10 അടുത്ത 10 നമ്മുടെ വിഷയം തന്നെ മനുഷ്യബന്ധങ്ങളുടെ പവിത്രത എന്നാണ്. മനുഷ്യബന്ധങ്ങളുടെ പവിത്രത, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ഇന്ന് മഗ്‌രിബോടുകൂടി നാം ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവേ, എന്റെ ദോഷങ്ങൾ നീ പൊറുക്കണമേ, എന്റെ ദോഷങ്ങൾ പൊറുക്കണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യും. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാനോ നമ്മൾ എന്ത് വേണം? ദുആ ചെയ്യണം. അതിനു മുമ്പ് നാം ചെയ്യേണ്ട വിഷയമാണ് നമ്മൾ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ, ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം. മുമ്പ് ഞാൻ സൂചിപ്പിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖ് തങ്ങൾക്കുള്ള പൊന്നുമോളാണ് ആയിഷ, റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. മുനാഫിഖീങ്ങൾ ആയിഷ ബിബിയെയും അതുപോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചു. വളരെ മോശമായ വ്യഭിചാര ആരോപണങ്ങൾ ഉന്നയിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഏറെ പ്രയാസപ്പെട്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും വളരെ വിഷമിച്ച പ്രയാസപ്പെട്ട ഘട്ടമായിരുന്നു ഇത്.
സ്വന്തം ഭാര്യയെക്കുറിച്ച് വ്യഭിചാര ആരോപണമാണ്. സഫ്വാനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടായ സംഭവമായിരുന്നു. യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൽ ഉണ്ടായിരുന്നു. ആയിഷ ബീവി വളരെ മെലിഞ്ഞവളാണ്, വളരെ ശരീരം ശോഷിച്ചവളാണ്. അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ ആയിഷ കയറിയിരിക്കുമെന്ന് മനസ്സിലാക്കാതെ ആയിഷ കയറിയിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് വാഹനം വിടുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ അവസാനം വരെ നാളുകൾ ശ്രദ്ധിച്ചു. ഇനി വല്ലതും ബാക്കിയാകുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നോക്കാൻ സഫ്വാനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാ മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ പൂർണ്ണമായി മറച്ചുകൊണ്ട് ഇരുന്നിരിക്കുകയാണ്. നോക്കുമ്പോ വേറെ ആരുമില്ല, ആയിഷ ഒറ്റക്കൊണ്ട് മറ്റാരുമില്ല. ഈ ആയിഷ റളിയല്ലാഹു അൻഹയെ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വാഹനത്തിൽ കയറ്റി വരികയാണ്. ആയിഷ ബീവി എന്തോ യാത്രാക്ഷീണം കൊണ്ട് ഒന്ന് ഇറങ്ങിപ്പോയതാണ്. അപ്പോഴേക്ക് വാഹനം വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ശ്രദ്ധിച്ചത് കാരണം ആയിഷ പൊതുവെ വളരെ മെലിഞ്ഞവളായതുകൊണ്ട് അത്രയൊന്നും ഭാരമുള്ളവളല്ല, ശ്രദ്ധിച്ചില്ല. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ വിവരത്തെയാണ് ശത്രുക്കൾ പറഞ്ഞു വരുത്തിയത്. സഫ്വാനും ആയിഷ ബീവിയും തമ്മിൽ ചില അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇത് മക്കയിലാകെ ഫ്ലാഷാക്കി മുനാഫിഖുകൾ ഇത് വലിയ കൊട്ടിഘോഷമാക്കി. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വല്ലാതെ വേദനിച്ചു, വല്ലാതെ പ്രയാസപ്പെട്ടു. സ്വന്തം ഭാര്യയെക്കുറിച്ച് സ്വന്തം ഭാര്യയുടെ ചാരിത്രശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ വല്ലാതെ പ്രയാസപ്പെട്ടു. ആ സമയത്താണ് ഇൻഷാ അല്ലാഹ് ബദ്രീങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മഹാനായ ബദ്രീങ്ങളിൽപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട മിസ്ബഹ് റളിയല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ്. സിദ്ദീഖിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിരുന്ന അഹ്ലു സുഫയിൽപ്പെട്ട ആളാണ്. ഈ മിസ്ബഹ് റളിയല്ലാഹു അൻഹു ആളുകൾ ചിലർ ചോദിക്കുന്നു, സിദ്ദീഖിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആളായതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീയാകുന്ന ആയിഷ ബീവിയെ കുറിച്ച് ഇത്തരമൊരു ആരോപണം ഉണ്ടായപ്പോൾ ആരോ ചോദിച്ചു മിസ്തഹിനോട്, അല്ല മിസ്തഹേ, നീയല്ലേ അബൂബക്കർ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാറുള്ളത്? അബൂബക്കറിന്റെ മോളല്ലേ ആയിഷ? ആയിഷാനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചില അപരാധങ്ങൾ കേട്ടല്ലോ, സത്യമാണോ? മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടെന്ന് പറഞ്ഞില്ല, ഉണ്ട് എന്ന് പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. ഇത്രയേ പറഞ്ഞുള്ളൂ. ഞാനും അങ്ങനെ കേട്ടു. ഉണ്ടെന്നോ ഇല്ല എന്നോ ഈ വാക്ക് മാത്രമല്ല, ഞാനും അങ്ങനെ കേട്ടു. പക്ഷേ മുഅ്മിനായ ഒരാളെ കുറിച്ച് ഇത്തരമൊരു ആരോപണം കേട്ട് കഴിഞ്ഞാൽ കേട്ട് കൊടുക്കലല്ല, പറയുന്നവരോട് അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇല്ല എന്ന് പറയണം. സൂറത്തുന്നൂർ പഠിപ്പിക്കുന്നുണ്ട്. അത് മിസ്ബഹ് റളിയല്ലാഹു അൻഹു ചെയ്തില്ല. മഹാനും മറുപടി പറഞ്ഞു, ഞാനും അങ്ങനെ കേട്ടു എന്ന്. ഈ വിവരം അറിയുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. വിവരമറിഞ്ഞു. മിസ്ബഹിനോട് ആരോ അഭിപ്രായം ചോദിച്ചത് പറഞ്ഞു അത്രേ, ഞാനും അങ്ങനെ കേട്ടു എന്ന്. ഈ വിവരമറിഞ്ഞപാട് മനസ്സ് വേദനിച്ച് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി ഞാൻ മിസ്ബഹിന് ഭക്ഷണം കൊടുക്കുകയില്ല. എന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്ന എന്റെ ബന്ധുവാണല്ലോ മിസ്ബഹ്. എന്റെ മോളെ കുറിച്ച് ഒരു അപരാധം ഉണ്ടായപ്പോൾ ഇല്ലെന്ന് പറയാൻ തയ്യാറാകാത്ത, ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലും അതിനെ സപ്പോർട്ടായ രീതിയിൽ നിലനിന്ന മിസ്ബഹ് ഞാൻ ഭക്ഷണം കൊടുക്കില്ല, അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനെ സൂറത്തുൽ നൂറിൽ കാണാം, റബ്ബിന്റെ സന്ദേശം വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സത്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആൻ ഇറക്കുകയാണ്. വലാ യഖ്തലി ഉലൽ ഫദ്ലി മിൻകും വസ്സാ അയ്യുതുൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന أن يغفر الله لكم والله غفور رحيم. അല്ലാഹുവിന്റെ സന്ദേശം വലാ യഖ്തലി, സത്യം ചെയ്ത് പറയരുതായിരുന്നു. ഉലൽ ഫദ്ലി മിൻകും വസ്സഅ,
നിങ്ങളിൽ നിന്ന് സാമ്പത്തിക ശേഷിയുള്ള അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടിയ സിദ്ദീഖുകളെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, സിദ്ദീഖിനെ പോലെയുള്ള ആളുകൾ പറയരുതായിരുന്നു, സത്യം ചെയ്യരുതായിരുന്നു, ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. പാവങ്ങളായ ആളുകൾക്കും ബന്ധുക്കൾക്കും അല്ലാഹുവിന്റെ വഴിയിൽ ഹിജ്റ വന്ന മുഹാജിരിങ്ങളായ ആളുകൾക്കുമെല്ലാം ഞാൻ കൊടുക്കില്ല, എന്റെ സാമ്പത്തിക സഹായം നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറയാൻ പാടില്ലായിരുന്നു. സമ്പന്നരായ അല്ലാഹുവിന്റെ ഫള് ലഭിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരമൊരു സത്യം വരാൻ പാടില്ലായിരുന്നു. പിന്നെ എന്തേ ചെയ്യേണ്ടിയിരുന്നത്? അവർ അഫൂ ചെയ്യേണ്ടിയിരുന്നു, അവർ മാപ്പ് കൊടുക്കേണ്ടിയിരുന്നു. എന്തേ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്കും മാപ്പ് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ എത്ര ദോഷങ്ങൾ ചെയ്താലും, എത്ര അപരാധങ്ങൾ വന്നാലും ആ അപരാധങ്ങൾ റബ്ബത്താണ് നിങ്ങൾക്ക് മാപ്പാക്കണമെന്ന് എത്ര പ്രാവശ്യം റബ്ബിനോട് പശ്ചാത്തലിച്ചു തുടങ്ങിയാലും അല്ലാഹു തൗബ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമായതുപോലെ റബ്ബ് പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും മാപ്പ് കൊടുക്കണം, നിങ്ങളും വിട്ടുകൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് വഹയിറങ്ങിയ പാട മുഹമ്മദ് മുസ്തഫ സിദ്ദീഖിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. നിങ്ങളെ കുറിച്ച് ആ സത്യം ഈ പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയത് ഇത് കേട്ടപാടെ മഹാനായ സിദ്ദീഖ് തങ്ങൾ ആ സത്യം പിൻവലിച്ചു, ആ സത്യത്തിന് വേണ്ട കഫാറത്ത് കൊടുത്തു. ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞു, വല്ലാഹി എന്ന് ഞാൻ അവരോട് മിണ്ടൂല എന്ന് പറഞ്ഞു. ഉദാഹരണം പറയാം, അങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞാൽ ഒരാളോട് മിണ്ടാതിരിക്കാൻ സഹോദര നമുക്ക് പാടില്ല. ഒരു സഹോദരനോട്, മുഅ്മിനായ സഹോദരനോട് മിണ്ടാതിരിക്കാൻ, പിണങ്ങി നിൽക്കാൻ നമുക്ക് പാടില്ല, മതപരമായ കാരണങ്ങൾക്ക് വേണ്ടിയല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 3 കൂട്ടം ആളുകൾ ലാ തുർഫഉ സ്വലാത്തുഹും ഫൗഖ റൂസിഹിം ശിബ്റാ, അവർ നിസ്കരിച്ച നിസ്കാരങ്ങളെ ഒരു ചാൺ പോലും അവരുടെ തലക്കടിയിലേക്ക് പൊങ്ങിപ്പോവുകയില്ല, അല്ലാഹു കബൂലാക്കുകയില്ല. തലയുടെ മീനെ ഒരു ചാണ പോലും പൊങ്ങിപ്പോവുകയില്ല, അതായത് അല്ലാഹു തആല കബൂലാക്കുകയില്ല, റബ്ബ് കബൂലാക്കുകയില്ല. 3 കൂട്ടം ആളുകൾ ആരാവുന്നു? അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു സമൂഹത്തിന്റെ നേതാവാണ്, ഒരു സമൂഹത്തിന്റെ ഇമാമാണ്. വഹും ലഹു കാരിഹൂൻ, ആളുകൾക്ക് അവനോട് വെറുപ്പാണ്, അവനോട് താല്പര്യമില്ല, ജനങ്ങൾക്ക് അവരോട് ഇഷ്ടമില്ല. അങ്ങനെയുള്ള നേതാവ് നിസ്കരിച്ചാൽ ആ നേതാവിന്റെ നിസ്കാരം, ആ ഇമാമിന്റെ നിസ്കാരം അവരുടെ തലക്കിനീട് ഒരു ചാൺ പോലും പൊങ്ങിപ്പോവുകയില്ല. മുഹമ്മദ് മുസ്തഫ ജനങ്ങൾക്കുള്ള ഇമാമാകുമ്പോ പള്ളിയിലെ ഇമാമിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ജനങ്ങൾക്കുള്ള നേതൃത്വം വഹിക്കുന്ന ആളാകുമ്പോൾ, ജനങ്ങൾക്കുള്ള നേതാവാകുമ്പോൾ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകണം. ജനതാല്പര്യമില്ലാതെ, ജനങ്ങൾക്ക് ആവേശമില്ലാതെ ഒരാൾ നേതൃത്വം ഏറ്റെടുത്തിട്ട് അയാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം പോലും റബ്ബിന് ആവശ്യമില്ല. ജനങ്ങൾക്ക് അവനോട് വെറുപ്പാണോ, ജനങ്ങൾക്ക് അവനോട് താല്പര്യമില്ലേ, അവൻ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് താല്പര്യമുള്ള ഇമാമായിരിക്കണം, ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാവായിരിക്കണം. ഇമാം എന്ന് പറഞ്ഞാൽ അമാമിൽ നിൽക്കുന്നവൻ, മുന്നിൽ നിൽക്കുന്ന ആളാണ് ഇമാം, അല്ലെ? അമാം മുന്നിൽ ആര് നിൽക്കുന്നുവോ അയാളാണ് ഇമാം. ആ മുന്നിൽ നിൽക്കുന്ന ഇമാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മഅ്മൂമികളാകുന്ന, അല്ലെങ്കിൽ അയാളെ പിൻപറ്റുന്ന അനുയായികൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത, ജനങ്ങളെ വെറുക്കുന്ന അവസ്ഥയിൽ ഒരാൾ നേതാവായി സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചുകൂടുകയാണെങ്കിൽ ആ അവന്റെ നിസ്കാരം അല്ലാഹു തആല കബൂലാക്കുകയില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അവസാന നാളാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഉക്രിമ റജുലു മഖാഫത ശർരിഹി, ഷർറ് ഭയന്നിട്ട്, ഒരാൾക്കുള്ള ഷർറിനെ, അയാൾക്കുള്ള ഫിത്നയെ ഭയന്നിട്ട് ആൾ ആദരിക്കപ്പെടുന്ന അവസ്ഥ, അയാൾ ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥ ലോകാവസാനത്തിന്റെ അടയാളമാണ് മുഹമ്മദ് മുസ്തഫ.
ഒരാളെ ഷെറ് അയാളെ എങ്ങാണ്ട് കമ്മിറ്റിയിൽ എടുത്തില്ലെങ്കിൽ കുലുമാല് തീരലുണ്ടാവൂല. എപ്പോഴും റോട്ട് വന്ന് ചർച്ചയായിരിക്കും. കാണുന്ന കമ്മിറ്റിക്കാരൊക്കെ കുറ്റം പറയലായിരിക്കും. അയാളെ വല്ല എക്സിക്യൂട്ടീവ് മെമ്പർ ആക്കിയിട്ടോ അല്ലെങ്കിൽ അയാൾ ഒരു അഡ്വൈസറി ബോർഡ് ആക്കിയിട്ടാൽ ആ വായ അടങ്ങും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കത്ര ശരിയാ. ആള് ബഹുമാനിക്കപ്പെടും. അവനോട് താല്പര്യം ഉണ്ടായിട്ടില്ല, അവനോട് ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, അവന്റെ ഷെറിനെ പേടിച്ചിട്ടില്ല. അവനെങ്ങാണ്ട് ഒരു മെമ്പർ ആയില്ലെങ്കിൽ ഫിത്ന തീരൂല. അങ്ങനെ ജനങ്ങൾ ആദരിക്കപ്പെടുന്ന കാലം അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള ഒരാൾ ഇമാമായി നിൽക്കുന്നവോ ജനങ്ങൾക്കുള്ള നേതാവായി നിൽക്കുന്നവോ നിസ്കരിച്ചാൽ നിസ്കാരം കൊണ്ട് കാര്യമില്ല. ഗൗരവമുള്ള വിഷയമായത്. രണ്ടാമത് റസൂൽ പറഞ്ഞു, ഭാര്യ ഒരു പെണ്ണ്, തന്റെ ഭർത്താവ് അവളുമായി ദേഷ്യത്തിലാണെങ്കിൽ ആ പെണ്ണ് നിസ്കരിച്ചാൽ, ഭാര്യ നിസ്കരിച്ചാൽ അല്ലാഹു അവൾക്കുള്ള നിസ്കാരം സ്വീകരിക്കുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹജ്ജിന് പോയി. അങ്ങനെ ഹജ്ജല്ലാതെ നാട്ടിൽ വന്ന സമയത്ത് കൂടെ ഹജ്ജിന് വന്ന ഒരു ഭാര്യയും ഭർത്താവും തോന്നിപ്പിക്കുന്ന ഭർത്താവിന് കൃത്യമായിട്ടറിയാം. ഭർത്താവ് മലപ്പുറത്തെ കുന്നമ്മൽ എന്ന് പറയുന്ന ടൗണിലെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പൊ കാറ് കൊണ്ട് പോകുമ്പോ കൂടെ ഹജ്ജിന് വന്ന ആളല്ലേ, കാറവിടെ ചവിട്ടിക്കിട്ട് കൂടെ ഹജ്ജ് വന്ന ആളല്ലേ കാറിൽ കയറ്റാൻ വേണ്ടി നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ മാത്രല്ല എന്റെ കൂടെ എന്റെ വേറെ 2 ആൾക്കാരും കൂടി ഉണ്ട്. കാറിൽ സ്ഥലമുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കയറിക്കോളൂ എന്ന് പറഞ്ഞ കയറ്റി. അങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോ ചോദിച്ചു, ബാക്കിൽ ഇരിക്കുന്നത് ആരാണ്? പ്രായം കുറഞ്ഞ ഒരു പെണ്ണായിട്ടാണ് കാണുന്നത്. അപ്പോ ഉസ്താദേ അതൊക്കെ ഒരു വലിയ കഥയാണ്, പറയാൻ ഒരുപാട് കാര്യമുണ്ട്, അതൊക്കെ വലിയൊരു സംഭവമാണ്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അല്ല കാര്യം നിങ്ങൾ പറ. അല്ല നിങ്ങൾ ഭാര്യയല്ല, ഭാര്യ നിങ്ങളുടെ കൂടെ പിന്നെ ഹജ്ജിലുണ്ടായിരുന്നല്ലോ, ഭാര്യയല്ല പിന്നെ ആരാ? അപ്പോഴാ പറഞ്ഞത്, ഉസ്താദേ എന്റെ കൂടെ എന്റെ ഭാര്യ ഹജ്ജിനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മിനയിൽ താമസിക്കുന്ന സമയത്ത് മിനയിലെ 10, 200, 300, 400 ആൾക്കാർക്ക് ഒന്നിച്ച് കുറഞ്ഞ ടോയ്ലറ്റുകളായിരിക്കും. ആളുകളൊക്കെ ഈ ടോയ്ലറ്റ് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും. 5, 6 ആൾക്കാർ ഇങ്ങനെ വലി നിൽക്കുന്നുണ്ടാവും. ഓരോരുത്തർ കഴിഞ്ഞിട്ട് വേണം അടുത്ത കയറാൻ. അങ്ങനെ മിനയിലെ ടെന്റിൽ കഴിയുന്ന സമയത്ത് ഒരു പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി. ടോയ്ലറ്റിലാണെങ്കിൽ ഹൗസ് ഫുള്ളാണ്, ആള് നിറഞ്ഞിരിക്കുകയാണ്, ആളുകൾ ക്യൂ നിൽക്കുന്നു. ഞാനും ഒരു വരിയിൽ നിന്നു, എന്റെ ഭാര്യ മറ്റൊരു വരിയിൽ നിന്ന് അവൾക്ക് അവളുടെ ഊഴം വന്നു. അവള് കയറിയിട്ടാണെങ്കിൽ ഒരുപാട് നേരം ബാത്റൂമിലിരുന്നു. ഒരുപാട് നേരം ബാത്റൂമിൽ ഇറങ്ങുന്നില്ല. അവസാനം എന്നെ അറിയാവുന്ന ആളുകൾ ചോദിച്ചു, നിന്റെ കെട്ടിയോളല്ലേ എത്ര അവിടെ എത്തിക്കാതിരിക്കുക, എത്ര നേരം ബാത്റൂമിൽ കയറിയിരിക്കല് എന്നൊക്കെ പറഞ്ഞോട് കുറെ ചൂടായി. ഞാൻ ഇറങ്ങിയ പാട് അവളോട് ഭയങ്കര ദേഷ്യം പിടിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് അവളോട് ഭയങ്കരമായി സംസാരിച്ചത് മാത്രമല്ല, അന്ന് ഞാൻ പിണങ്ങിയതാണ്. ആ പിണക്കം തീർന്നില്ല. മക്കയിൽ നിന്നും മദീനയിൽ തീർന്നില്ല. നാട്ടിൽ വന്നു, പിണക്കം മുന്നോട്ട് പോയി. ഇവിടെ എത്തിയപ്പോ ഞാൻ തലാഖ് ചൊല്ലി അവളെ, ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു, അവളാണിവൾ. പിണങ്ങാൻ പറ്റിയ സ്ഥലം പരിശുദ്ധമായ മിനയിൽ നിന്ന് പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പോയിട്ട് അറഫയിൽ സമ്മേളിക്കാൻ പോയിട്ട് പിണങ്ങി വന്നു. അതേ പ്രിയമുള്ളവരെ, അത്തരത്തിൽ ഒരുപക്ഷെ ഭർത്താവ് ദേഷ്യം പിടിച്ച് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവ് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ നിസ്കരിച്ചാൽ ആ ഭാര്യയ്ക്കുള്ള നിസ്കാരം അല്ലാഹു കബൂലാക്കുകയില്ല. വേറൊരു സഹോദരി, അവർ തമ്മിലാണെങ്കിൽ എന്നും പ്രശ്ന. ഇവളെ സ്വഭാവം കുറച്ചാണ് റഫ്, ഇവിടെ മോശമാണ് താനും. അങ്ങനെ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ മിണ്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് കടിഞ്ഞു കൂടുമ്പോ നിങ്ങൾക്ക് രാത്രി കിടന്നാൽ ഉറക്കം വരുമോ? അപ്പൊ സഹോദരി പറയാണ്, എനിക്ക് ഉറക്കം വരൂല, എന്താ ചെയ്യാ? ഉസ്താദേ ഞാൻ ഇരുന്ന് അങ്ങനെ നിസ്കരിക്കുന്നു. ഉറക്കം വരാതെ ഞാൻ എന്താക്കേണ്ടത്? എനിക്ക് ഉറക്കം വരൂല, ഞാൻ ഇരുന്നങ്ങനെ നിസ്കരിക്കുന്നു. ഇരുന്ന് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അവരുടെ തലയ്ക്ക് മീതെ ഒരു ചാണകോരം നിസ്കരിച്ചാൽ നിസ്കാരങ്ങൾ ഉയർത്തപ്പെടുകയില്ല, അല്ലാഹു കബൂലാക്കുകയില്ല എന്ന ഹദീസാണ്. ഭർത്താവിന്റെ പ്രീതിയില്ലാതെ ഒരു ഭാര്യയ്ക്കും വിജയിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഗൗരവമാണ് വിഷയം. മൂന്നാമത്തേത് റസൂൽ പറഞ്ഞു,
പിണങ്ങി നിൽക്കുന്ന രണ്ട് സഹോദരങ്ങൾ, രണ്ട് മുഅ്മിനീങ്ങളായ ആളുകളാണ്. അവർ പിണക്കത്തിലാണ്. അള്ളാഹുവിന്റെ മതപരമായ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റെന്തോ വിഷയത്തിന് വേണ്ടി, എന്തോ പൈസയുടെ പേരിൽ, എന്തോ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുകയാണ്. ആ പിണങ്ങി നിൽക്കുന്ന സഹോദരങ്ങൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം അവരുടെ തലയ്ക്ക് മീതെ പൊങ്ങിപ്പോവുകയില്ല എന്ന്, അള്ളാഹു കബൂലാക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമലിന്റെ സ്വീകാര്യത പോലും ഇസ്ലാം ബന്ധിപ്പിച്ചത് മനുഷ്യബന്ധങ്ങളുമായിട്ടാണ്, ആളുകളുമായുള്ള ബന്ധമായിട്ടാണ്. ആളുകളുമായി, പ്രത്യേകിച്ചും മുസ്ലിമുമായി, ഒരു മുസ്ലിമുമായി നമുക്ക് പിണക്കമുണ്ടാകാൻ പാടില്ല, ഒരു മുസ്ലിമിനോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അതേപോലെ ഖുർആൻ പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയാണ്. എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാം ഖുത്ബ അവസാനിപ്പിക്കുമ്പോ അവസാനമായി ദുആ ചെയ്യാറുണ്ടല്ലോ, റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചവനെ ഞങ്ങൾക്ക് പൊറുക്കേണമേ, വലിഇഖ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുക്കേണമേ, അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ഞങ്ങൾക്ക് മുമ്പ് ഈമാൻ കൊണ്ടുപോയ മുഅ്മിനീങ്ങളായി ജീവിച്ചു പോയ എല്ലാവർക്കും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് മുമ്പും മുഅ്മിനായി ഈമാനോടുകൂടെ ആരെല്ലാം കടന്നുപോയോ അവർക്കെല്ലാം പൊറുക്കണമേ. പിന്നെ പറയാണ്, വലാ തജ്അൽ ഫീ ഖുലൂബിനാ നിങ്ങളുടെ ഖൽബിൽ നീ ഉണ്ടാക്കരുത് ഗില്ലൽ ലില്ലദീന ആമനൂ വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് ഒരു ദേഷ്യം പോലും ഉണ്ടാക്കരുതേ അല്ലാഹ്. ഒരു മുഅ്മിനോടും ഒരു വിശ്വാസിയോടും എന്റെ കൽബിനകത്ത്, എന്റെ ഹൃദയത്തിനകത്ത് നീ വിദ്വേഷം ഉണ്ടാക്കരുതേ, നീ വെറുപ്പുണ്ടാക്കരുതേ. ദുആ ചെയ്യാൻ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കാരണം ഒരു മുഅ്മിനോട് നാം വിദ്വേഷത്തിലാണെങ്കിൽ, ഒരു മുഅ്മിനോട് നാം പിണക്കത്തിലാണെങ്കിൽ അത് അല്ലാഹുമായുള്ള പിണക്കമാണ്, റബ്ബിന്റെ ദേഷ്യമാണ് അവനോട് എന്ന് വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. നമ്മളെ ആലോചിച്ച് നോക്കിയേ, അല്ലാഹു തആല മനുഷ്യബന്ധങ്ങളെ മുഴുവനും, പ്രത്യേകിച്ചും മനുഷ്യരിലെ കുടുംബങ്ങളായിരുന്നാലും അല്ല വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ പോലും ഇസ്ലാം ബന്ധപ്പെടുത്തിയത് നാം ചെയ്യുന്ന അമലുകൾ പോലും സ്വീകരിക്കപ്പെടാൻ ഈ ബന്ധങ്ങൾ നന്നാകണം എന്നാണ്. മുഅ്മിനീങ്ങളുമായുള്ള ബന്ധം നന്നാവണമെന്നാണ്. ഒരു മുഅ്മിനോട് നമുക്ക് പിണങ്ങാൻ, ഒരു മുഅ്മിനോട് മനസ്സിൽ വെറുപ്പ് വെക്കാൻ, ഒരു മുഅ്മിനെയും കുറ്റപ്പെടുത്തി അകറ്റാൻ നമുക്ക് യാതൊരു നിലക്കുള്ള വഴിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മഹത്വത്തെ മഹത്വവൽക്കരിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മനുഷ്യന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് അല്ലാഹു തആല എല്ലാം ഉണ്ടാക്കിയത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യരെ അല്ലാഹു ഭൂമിയിലുള്ള എല്ലാം സൃഷ്ടിച്ചത്. എല്ലാം ഖലഖലകും മാ ഫിൽ അർളി, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം മനുഷ്യനെ നാം ഏറ്റവും ഉന്നതമായ രീതിയിൽ, ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പേ മഹത്വമുള്ളതാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പോലും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ഈ രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലായിരുന്നു അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ അതായിരുന്നു നല്ലത് എന്ന് ഇന്നോളം ഒരാൾ അഭിപ്രായപ്പെട്ടിട്ടില്ല. അല്ലേ? എന്താ മനുഷ്യന്റെ ഫേസിന്റെ മുഖത്തിന്റെ രൂപം എന്താ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. മുഖം, ഈ മുഖത്തിനകത്ത് രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾ വെക്കാൻ പടച്ചവൻ കുഴിയാക്കിയിരിക്കുക, കൺകുഴികൾ വെച്ചിരിക്കുക. ലോകത്ത് ആരെങ്കിലും ഇന്നോട് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു തആല ഈ മനുഷ്യന്റെ ഫേസ് കട്ട് ഇതേപോലെ അല്ലാതെ മുഖം പൂർണ്ണമായൊരു ഫ്ലാറ്റ് ആയിട്ട് കുഴിയൊന്നുമില്ല, എന്നിട്ട് ഇങ്ങനെ തവള കണ്ണ് പോലെ രണ്ട് കണ്ണ് വെച്ചിരുന്നെങ്കിൽ എത്രമാത്രം വികൃതമായിരിക്കും നമ്മുടെ രൂപം. അള്ളാഹുവിന്റെ ഓരോ ഫിറ്റിംഗ് വളരെ കറക്റ്റാണ്. മനുഷ്യന്റെ തലയിലെ മുടികൾ വളർന്നു പോകുന്നു, സമയമാകുമ്പോ മാസങ്ങൾ കഴിയുമ്പോ നാം മുടി മുറിക്കുന്നു. എങ്കിൽ പടച്ചവൻ മനുഷ്യന്റെ കൺപുരികങ്ങളെ വളർത്തുന്നു, കണ്ണിമകളെ വളർത്തുന്നു.
കണ്ണിമ വളർന്ന ഒരു പരിധിയായാൽ കണ്ണിന്റെ ഇമയോട് പടച്ചവൻ പറയുന്നു, രോമത്തോട് പറയുന്നു, മതി, എത്ര വളർന്നാൽ മതിയെന്ന്. തലയിലെ മുടി വളരുമ്പോൾ കണ്ണിന്റെ ഇമ വളരാണ് എന്തൊരു അവസ്ഥ. അല്ലാഹു എല്ലാം സംവിധാനിച്ചിരിക്കുകയാണ്. അല്ലാഹ് മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് വേണ്ട എല്ലാ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യന്റെ ഓരോ അവയവങ്ങളും തോന്നിയതുപോലെ വളരുകയാണെങ്കിൽ എത്ര വികൃതമായിരിക്കും. ഓരോ അവയവത്തോടും അതിന്റെ വളർച്ചയാകുമ്പോൾ, അതിന്റെ സമയമാകുമ്പോൾ, അതിന്റെ തോതാകുമ്പോൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കുന്ന സർവേശ്വരനാകുന്ന അല്ലാഹ്, ആ മനുഷ്യൻ, അല്ലാഹുവിനെ പൂർണ്ണമായി മനസ്സിലാക്കേണ്ട മനുഷ്യൻ, പ്രത്യേകിച്ചും ആ മനുഷ്യനോട് പറയുന്ന, മനുഷ്യ, നിനക്ക് ജ്ഞാനമായി ബന്ധങ്ങളുണ്ട്, ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ വിഷയത്തിൽ ഞാനങ്ങ് പൊരുത്തപ്പെട്ടാൽ ഞാനങ്ങ് മാപ്പാക്കിയാൽ തീരും. പക്ഷേ മനുഷ്യരുമായുള്ള അഹങ്കാരപാട് അടച്ചുകൊണ്ട് വന്നാൽ എനിക്ക് പൊറുക്കാൻ, എനിക്ക് മാപ്പാക്കാൻ തരമില്ല. ഒരാൾ മരിച്ചാൽ റബ്ബത്താറ് എല്ലാം പൊറുക്കാം. ഒരു കാര്യമൊഴികെ, കടമൊഴികെ മുഹമ്മദ് മുസ്തഫ, കടം അല്ലാഹു തആല പൊറുപ്പില്ല, കടബാധ്യത അല്ലാഹു തആല പൊറുപ്പില്ല. കാരണം ആ കടം മനുഷ്യരുമായുള്ള അഹങ്കാരപാടാണ്. ആ മനുഷ്യരോട് തീർക്കാതെ, അല്ലെങ്കിൽ അവകാശികൾ തീർക്കാമെന്ന് ഏൽക്കാതെ, ഒരിക്കലും ഈ മരിച്ച നല്ലവനായ മനുഷ്യനാണെങ്കിലും അവന്റെ ആത്മാവിനെ പടച്ചവൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ, ഒരു സ്വഹാബി മരിച്ചാൽ ഒരു പക്ഷേ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒന്ന് അന്വേഷിക്കും മുമ്പ് റസൂലുള്ളാഹി അന്വേഷിക്കുകയാണ്, ആ മരിച്ചുപോയ മയ്യിത്തിന് വല്ല കടവുമുണ്ടോ, വല്ല ബാധ്യതയുമുണ്ടോ? ഉണ്ടെന്നറിഞ്ഞാൽ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളെക്കാളും നമ്മെ സ്നേഹിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മരിച്ചുപോയ അനുയായിക്ക്, മരിച്ചുപോയ സ്വഹാബിക്ക് വല്ല കടവുമുണ്ടെന്നറിഞ്ഞാൽ അതിന് വേണ്ടപ്പെട്ട ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് കടം തീർക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. എന്തേ ഒരു മനുഷ്യന് നല്ലവനായ ആളാണെങ്കിലും അല്ലാഹു അവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ, പടച്ചവന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന ആത്മാവാകാൻ അല്ലാഹുവിന്റെ പക്കൽ ഒരിക്കലും കടബാധ്യത, സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് തീർക്കണം, അല്ലെങ്കിൽ തീർക്കേണ്ടവർ അവകാശങ്ങൾ അത് ഏറ്റെടുക്കണം. അത്രയും വലിയ ഒരു വിഷയമാണ് മനുഷ്യരുമായുള്ള കടപാട് എന്ന് പറയുന്നത്. മാത്രമല്ല, മഹാന്മാരായ സ്വഹാബത്തിനോട് ചില ആളുകൾ ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു സ്വഹാബത്തെ നിങ്ങൾക്ക് റമദാൻ സ്വീകരിച്ചിരുന്നത്? റമദാൻ കടന്നു വരുമ്പോ ആ റമദാൻ നിങ്ങൾ എങ്ങനെയാ സ്വീകരിച്ചത്? സ്വഹാബികൾ മറുപടി പറഞ്ഞു. അബൂ ഹുറൈറ പറയുന്ന ഹദീസാണ്, റമദാൻ സമാഗതമാകുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാണ്. ആരോടെങ്കിലും, മുസ്ലിമായ ഒരാളോട് ഏതെങ്കിലും നിലക്കുള്ള ഒരു വെറുപ്പുണ്ടായിരിക്കെ ഞങ്ങൾക്ക് റമദാൻ സ്വീകരിക്കാൻ പേടിയായിരുന്നു. എങ്ങനെ റമദാൻ സ്വീകരിക്കൽ എങ്ങനെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആ സ്വഹാബത്ത് പറയുന്നത്, മുസ്ലിമായ ഒരാളോട്, മുസ്ലിമായി പിറന്ന ഒരാളോട് ഏതെങ്കിലും നിലക്കുള്ള ഒരു വെറുപ്പ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ വെറുപ്പുണ്ടായിരിക്കെ റമദാൻ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. ഈ റമദാൻ കടന്നു വരുമ്പോഴേക്ക് പൊരുത്തപ്പെടിപ്പിച്ച് എല്ലാം ആളുകളോട് പൂർണ്ണമായും മാപ്പ് ചോദിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ റമദാൻ സ്വീകരിക്കാറുണ്ടായിരുന്നത്. പരിശുദ്ധ സ്വഹാബ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടേണ്ട ഈ മാസം മഗ്ഫിറത്ത് കിട്ടാൻ നമ്മൾ ആദ്യം പുറത്തു കൊടുക്കണം. അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്ന പുതുമാപ്പാണ് ഈ റമദാൻ ശരീഫ്. റബ്ബിന്റെ പുതുമാപ്പ അല്ലേ? പ്രവാസികളായ ആളുകൾ ഗൾഫിൽ കഴിഞ്ഞുകൂടുമ്പോ ചിലപ്പോഴൊക്കെ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ഗവൺമെന്റ് പുതുമാപ്പ് പ്രഖ്യാപിക്കും. എന്തേ? രേഖയില്ലാതെ, തെളിവുകളില്ലാതെ, ഇഖാമയില്ലാതെ രാജ്യത്ത് അനധികൃതമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് ഗവൺമെന്റിന്റെ മുന്നിൽ, ഓഫീസിന് മുന്നിൽ കൊണ്ടുകൊണ്ട് കാര്യം പറഞ്ഞാൽ, സറണ്ടറായാൽ നിയമപരമായിട്ട് അവരെ കയറ്റിവിടും. ഇതാണ് പുതുമാപ്പ്. എങ്കിൽ പടച്ചവൻ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതുമാപ്പായി പരിശുദ്ധ റമദാൻ. ഈ റമദാൻ ശരീഫിൽ അല്ലാഹു പുതുമാപ്പ് പ്രഖ്യാപിച്ചെങ്കിൽ റബ്ബിനോട് കുറ്റങ്ങൾ ഏറ്റു പറയാൻ, ചെയ്തുപോയി
പോയിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് പറയാൻ തയ്യാറായാൽ അല്ലാഹു പൊറുക്കാൻ തയ്യാറായ പുതുമാപ്പിന്റെ മാസമാണ് പരിശുദ്ധ റമദാനെങ്കിൽ പ്രിയമുള്ളവരെ, ആ റമദാൻ കടന്നു വരും മുമ്പ് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടായിരിക്കെ റമദാനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വലിയ ബേജാറായിരുന്നു, പേടിയായിരുന്നു. മഹാന്മാരെ സ്വഹാബത്ത് പറയുകയാണ്. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു പറയുകയാണ്, മൻ കാനത ഇൻദഹു മദ്ലമത്തുൻ മിൻ അഖീഹി മിൻ ഇർദിഹി ഔ മാലിഹി, തന്റെ മുസ്ലിമായ സഹോദരന്റെ ഏതെങ്കിലും നിലക്കുള്ള ഒരു അവകാശം ഏതെങ്കിലും നിലക്ക് അനധികൃതമായി ഞങ്ങളിൽ വന്നു പോയാൽ ഒന്നുകിൽ അവന്റെ അഭിമാനം മിൻ ഇർദിഹി, അവന്റെ അഭിമാനം ഔ മാലിഹി, അല്ലെങ്കിൽ അവന്റെ സമ്പത്ത്. അഭിമാനം എന്ന് പറഞ്ഞാൽ അവനെ അപമാനിക്കുന്ന അവസ്ഥ വാക്ക് നമ്മൾ പറഞ്ഞു പോവുക, നമ്മൾ കളിയാക്കുക, നമ്മൾ പരിഹസിക്കുക, നമ്മൾ കുത്തുവാക്ക് പറയുക, നമ്മൾ ഒരാളെ അപമാനിക്കുക, അതാണ് അഭിമാനം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്പത്ത് അടുക്കൽ വന്നു പോയാൽ, ഏതെങ്കിലും നിലക്ക് കടബാധ്യതയായിട്ടോ മറ്റു നിലക്കോ സാമ്പത്തികമായ വല്ലതും നമ്മുടെ നമ്മൾ വന്നു പോയാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ പഠിപ്പിച്ചു എന്ന് അത് ഇന്നേ തീർത്തുകൊള്ളട്ടെ, ഇന്നേ അതിൽ നിന്ന് മോചനം തേടിക്കൊള്ളട്ടെ. എന്തിനു മുമ്പ് ദീനാറും ദിർഹമില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ പിടിക്കപ്പെടുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ദിവസത്തിന് മുമ്പ്, അതായത് മരിക്കും മുമ്പ്, ഖിയാമത്ത് നാളിന് മുമ്പ് അത് തീർത്തുകൊള്ളട്ടെ, അതിൽ നിന്ന് മോചനം തേടട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്തിനേറെ സ്വർഗ്ഗത്തിൽ പോകാൻ വിധിക്കപ്പെട്ട ആളുകൾ സർട്ടിഫിക്കറ്റ് കിട്ടി, ഹിസാബെല്ലാം കഴിഞ്ഞു, ചോദ്യമെല്ലാം കഴിഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ടിക്കറ്റുമായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ പോകുന്ന ആളുകളെ പടച്ചവന്ന് വിളിച്ചു കൂട്ടും. എന്നിട്ട് അവരോട് പറയുമത്രേ, സ്വർഗ്ഗവാസികളെ നിങ്ങൾക്ക് ഞാനിതാ സ്വർഗ്ഗം തരാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നരകത്തിലേക്ക് പോകുന്ന, നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട ആളുകളോട് ഏതെങ്കിലും നിലക്കുള്ള ഹക്കിടപാട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് വിടാൻ എനിക്ക് കഴിയില്ല എന്ന് റബ്ബ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ പോകുന്ന ആളോട് വല്ല ഹക്കിടപാടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ വിടാൻ പറ്റൂല. മനുഷ്യ കടപ്പാടുകൾ അങ്ങനെ മതം നോക്കേണ്ട ആവശ്യമില്ല, ജാതി നോക്കേണ്ട ആവശ്യമില്ല, ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ഏതൊരാളുമായിട്ട് നമുക്ക് ബാധ്യതയുണ്ടോ സാമ്പത്തികമായ, അല്ലെങ്കിൽ അവരുമായി വല്ല അഭിമാന സംബന്ധിയായ വല്ല ഹക്കിടപാടുണ്ടെങ്കിൽ അത് തീർക്കാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല സഹോദരങ്ങളെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ പോകുന്ന ആളുകളോട് റബ്ബ് തആല പറഞ്ഞത്, നരകത്തിൽ പോകുന്നവരുമായി നല്ല ഹക്കിടപാട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിടാൻ തരമില്ല. അത്രയും കർശനമാണ്, അത്രയും പ്രധാനമാണ് മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആരോടെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള കടപ്പാട് ബാക്കിയുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മളൊക്കെ പ്രസംഗത്തിൽ കേട്ടിരിക്കുമ്പോൾ ഒരു അടി അടിച്ചാൽ അടുത്ത കബളും കാണിച്ചു കൊടുക്കണം. ഇത് ജീവിതത്തിൽ പകർത്തിയ മഹാന്മാരാണ് മുൻഗാമികൾ. നമുക്കറിയില്ലേ, മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്, ലോകത്തറിയപ്പെട്ട പ്രഗത്ഭനായ മഹാമനീഷിയാണ്. അബൂ യസീദ് അൽ ബിസ്താമി ഒരിക്കൽ കുളിക്കാൻ വേണ്ടി നിൽക്കുമ്പോ, മഹാൻ ഡ്രസ് അഴിച്ചിട്ട് കുളിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോ ഒരു കള്ളൻ വന്നു. കള്ളൻ വന്നിട്ട് അദ്ദേഹത്തിന് ഈ ഡ്രസ് മോഷ്ടിച്ചു കൊണ്ടുപോവാണ്. പഴയകാലത്തെ മോഷണമൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ? ആ പിന്നെ കുപ്പായ കീശയിലെ മൊബൈൽ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടൊന്നുമല്ല, അല്ലെ ഒരുപാട് പൈസ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടൊന്നുമല്ല. പഴയ കാലത്ത് കോഴി കക്കുക, ഇതൊക്കെ നമ്മുടെ അല്ലെ, ഇളനീര് കക്കുക, ഇതൊക്കെ നമ്മുടെ പഴയ കക്കൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹൈടെക്കായി. ഇപ്പൊ മോഷണം ഒന്നും കൂടി ഉഷാറായി. സന്ദർഭോചിതമായി സൂചിപ്പിക്കുകയാണ്, ഈ മോഷണങ്ങളും കൊലപാതകങ്ങളും എന്ന് വേണ്ട എല്ലാ തിന്മകളും വർദ്ധിച്ചതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യന്റെ ലക്ഷൂറിയസ് ലൈഫാണ്. മനുഷ്യന്റെ ഏറ്റവും ലക്ഷറിയായ ജീവിതമാണ്. ലക്ഷറിയായി ജീവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് മോഷണത്തിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, കൊലപാതകത്തിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ എല്ലാ വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടിയും ഒരു മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രധാനമായി ലക്ഷറി ലൈഫിന് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹമാണ്.
അതുകൊണ്ട് വളരെ ലളിതമായി ജീവിക്കാൻ മക്കളെ ചെറുപ്പത്തിലെ നമ്മൾ ശീലിപ്പിക്കണം. നമുക്ക് എത്രയുണ്ടെങ്കിലും ഞാൻ ഇന്നലെ എനിക്കൊരു സഹോദരിയെക്കുറിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ജീവിച്ച് ഈ റമദാൻ ശരീഫിൽ മരണപ്പെട്ട ഒരു സഹോദരിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഞാൻ അൽഹംദുലില്ലാഹ് എന്ന മനസ്സുകൊണ്ട് ഒരുപാട് പറഞ്ഞുപോയി. എന്താ, മരണത്തിന് വേണ്ടി ശരിക്ക് ഒരുങ്ങി വർഷങ്ങൾക്ക് മുമ്പേ റെഡിയായി നിൽക്കുന്ന ഒരു ഉമ്മ എല്ലാ നിലക്കും. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം തന്നെ ഞാൻ റമദാനിൽ മരിക്കുമെന്ന് നേരത്തെ പറയാൻ കഴിഞ്ഞ ഒരു മഹാമനുഷ്യയായ ഉമ്മ. എന്തുകൊണ്ടാ? ജീവിതത്തിൽ അത്ര വലിയ വിശുദ്ധി ഉണ്ടായിരുന്നു. വിശുദ്ധി എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. പക്ഷേ ആ സാമ്പത്തിക ശേഷി മുഴുവനും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി അല്ല അവർ ശ്രമിച്ചത്. എത്രയോ ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായിച്ചു, എത്രയോ ആളുകളെ സഹായിച്ചു. വേണ്ടപ്പെട്ടവർക്ക്, പ്രത്യേകിച്ചും ദീനിന്റെ ഖാദിരികളാണെന്ന് പറഞ്ഞാൽ അവർക്ക് യഥേഷ്ടം കൊടുത്തു. മക്കൾക്ക് യഥേഷ്ടം കൊടുത്തില്ല. മക്കൾക്ക് ആവശ്യമായത് ആവശ്യമുള്ള സമയത്ത് മാത്രം കൊടുത്തു. മക്കളെ അധ്വാനിപ്പിച്ചുകൊണ്ട് ജീവിപ്പിക്കാനാണ് ആ മാതാവും പിതാവും ശ്രമിച്ചത്. അങ്ങനെ വേണ്ടത്. മക്കൾ അധ്വാനിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. അതാണ് യഥാർത്ഥ ജീവിതം, അതാണ് യഥാർത്ഥ പരിപാലനം. എന്നല്ലാതെ നമ്മളൊക്കെ പറഞ്ഞാൽ മക്കളോട് സ്നേഹം കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 18 വയസ്സാകാത്ത മോൻ നമ്മൾ എടുത്തു കൊടുക്കും, സ്കൂട്ടിയോ അല്ലെങ്കിൽ ബൈക്കോ എന്തെങ്കിലും. എന്നിട്ടോ ഇതിന് കയറി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്പീഡ് തിരിയില്ല. അങ്ങനെ സ്വഭാവമുണ്ട്. ഒരു പക്ഷേ വണ്ടി ഓടിച്ചു പോകുമ്പോ പിൻസീറ്റിലിരിക്കുകയാണെങ്കിൽ നമുക്ക് പേടിയാവും. ഒന്ന് വല്ല ഓടിക്കുന്ന ആളോട് പറയും. നമ്മളാണ് ഓടിക്കണമെങ്കിലോ നമുക്കതിന്റെ സ്പീഡ് തിരിയില്ല, നമ്മളൊക്കെ തിരിച്ചുവിടും. പ്രത്യേകിച്ചും ചോരപ്പുഴപ്പല്ലേ, വളരെ അമിതമായ സ്പീഡിൽ ഇരുചക്ര വാഹനമാണെന്ന ബോധമില്ലാതെ ഈ വാഹനം ഓടിച്ചാൽ ഏതെങ്കിലും MP ലോറിന്റെ മുട്ടിലോ അല്ലെങ്കിൽ ടാങ്കറിന്റെ മുട്ടിലോ പോയി ഇടിച്ച് അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കേണ്ട സമയത്ത് പിതാക്കളെ കൊടുക്കേണ്ടത് മാത്രം കൊടുക്കണം. അതാണ് സന്താന പരിപാലനം പറയുന്നത്. അതാണ് മക്കളോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. എനിക്ക് പൈസയുണ്ട് എന്ന് വിചാരിച്ച് എന്റെ മക്കൾക്ക് കാറും കോളും എടുത്ത് അവർക്ക് യഥേഷ്ടം ജീവിക്കാൻ വേണ്ടി കൊടുത്ത് അവർ തോന്നിയതുപോലെ ജീവിക്കലല്ല. മറിച്ച് മക്കളോട് കാണിക്കുന്ന സ്നേഹം, അവരോട് കൊടുക്കേണ്ടത്, അവർക്ക് നൽകേണ്ട സമയത്ത് നൽകേണ്ട തോത് നൽകലാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ. അതേ പ്രകാരം മക്കളെ പൂട്ടിയ പ്രിയപ്പെട്ട മാതാവ് അൽഹംദുലില്ലാഹ് മരണസമയത്ത് ഖൈറായി പോകാൻ ഈ റമദാനിൽ മരിക്കാൻ കഴിഞ്ഞാൽ സമ്പാദ്യമേറെയുണ്ട്. അവിടെ പോയ ഒരു സഹോദരനോട് പറഞ്ഞു, കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവ്, ആ പ്രിയപ്പെട്ട സഹോദരന്റെ രോഗിയായി കിടക്കുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പോയി നോക്കിയപ്പോൾ അദ്ദേഹം കിടക്കുന്ന കട്ടിൽ കണ്ടിട്ട് ഞാൻ വല്ലാതെ ബേജാറായി. കാരണം നമ്മളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ നല്ല ബെഡും നല്ല സൗകര്യങ്ങളുമാക്കിയിട്ട് നല്ല പോലെ കിടന്നിറങ്ങാൻ നല്ല പോലെ സൗകര്യം കൊടുക്കുന്ന ആളുകളല്ലേ. എന്നാൽ ഇവർക്ക് യഥേഷ്ടമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ലാളിത്യം മാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരു ചെറിയ കെട്ടിലും ഒരു ചെറിയ കിടപ്പാടവും മാത്രം ഒരുക്കിയിട്ട് ഉള്ള സമ്പാദ്യമെല്ലാം കഴിവിന്റെ പരമാവധി അല്ലാഹു നടപടിയിൽ കൊടുക്കാൻ കഴിഞ്ഞ പ്രിയപ്പെട്ട ഭാര്യാഭർത്താക്കന്മാരും അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇങ്ങനെയായിരിക്കണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് യഥേഷ്ടം നമ്മൾ മക്കൾ കൊടുത്താൽ, അവർ നമ്മൾ ഹൈ ആയി ജീവിപ്പിച്ചാൽ, നമ്മൾ ഒരു ഉന്നതമായ ജീവിതം അവരെ പഠിപ്പിച്ചാൽ പിന്നെ ഒരിക്കലും അവർക്ക് ലോ ലെവലിലേക്ക് വരാൻ കഴിയില്ല. പിന്നെ എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുള്ളൂ. സ്വാഭാവികമായി ആ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് വരാൻ കഴിയാതിരിക്കുമ്പോ, ഈ ഹൈ ലെവലിലൂടെ മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോ എങ്ങനെ ഈ ജീവിതം എനിക്ക് എങ്ങനെ ഇനിയും ഹൈ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പണിയെടുത്താൽ ബിസിനസ് നടത്തിയാലൊന്നും ഇപ്പോഴത്തെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്താ, ഒരു ബാങ്ക് കൊള്ളടിക്കാൻ നമുക്ക് എന്ന് ചിന്തിക്കും. അല്ലേ? നമ്മുടെ നാട്ടിൽ നടന്ന ഏത് വലിയ അഴിമതി കേസുകളാണെങ്കിലും അല്ലെങ്കിൽ വലിയ മോഷണ കേസുകളാണെങ്കിലും ആ മോഷണ കേസുകളൊക്കെ പരിശോധിച്ചാൽ അവരുടെ പിന്നിൽ അവരെ ഇത്തരമൊരു കൃത്യത്തിന് വേണ്ടി തോന്നിപ്പിച്ചത്, അവർക്ക് പ്രചോദനമേകിയത് ലക്ഷറി ലൈഫിന് വേണ്ടിയായി അവരൊക്കെ ചെയ്തു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മോഷ്ടിച്ചവരല്ല.
കുടുംബം പുലർത്താൻ വേണ്ടി മോഷ്ടിച്ചവരല്ല, മറിച്ചല്ലേ ആ ലെവലിൽ മുമ്പേ ജീവിച്ചു. ഇനി ആ ലെവലിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ എങ്ങനെ ആ ഹൈ ലെവലിൽ പോകാമെന്ന് ചിന്തിച്ച് അത് ഏതെങ്കിലും മോഷണത്തിലോ ഏതെങ്കിലും കൊലപാതകത്തിലോ ഏതെങ്കിലും ഒരാളെ കൊള്ളയടിക്കുന്ന കേസുകൾ എത്തിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് മനുഷ്യന് ലക്ഷറി ലൈഫാണ് പലപ്പോഴും അപകടങ്ങളുണ്ടാക്കിയിട്ടുള്ളത്. എപ്പോഴും മിതമായി ജീവിക്കാൻ, ലളിതമായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് ശീലിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ അബൂ യസീദ് അൽ ബിസ്താമിയുടെ ഈ ഡ്രസ്സ് മോഷ്ടിച്ച ആള്, ആ മോഷണം നടത്തിയ ആള്, മോഷ്ടാവ്, അയാൾ ഒരിക്കലും വലിയ സാമ്പത്തികം ആഗ്രഹിച്ചുകൊണ്ട് മോഷ്ടിച്ചതല്ല. ഡ്രസ്സാണ് ഡ്രസ്സ്, അതാണ് അന്നത്തെ വലിയ കാര്യം. ഒരു നേരത്തെ ഉടുതുണിക്കുള്ള മറുതുണി അന്ന് വിഷയമാണല്ലോ. അത് മോഷ്ടിച്ചുകൊണ്ട് ഓടുമ്പോൾ അബൂ യസീദ് അൽ ബിസ്താമി റഹിമഹുല്ലാഹ് കള്ളന്റെ പിന്നിൽ ഓടുകയാണ്. കള്ളനോട് പറയുന്നു നിൽക്കാൻ. കള്ളം വിചാരിച്ചു ഇയാളെന്നെ പിന്നിൽ ഓടിയിട്ട് പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടി മൂപ്പര് പിന്നെ സ്പീഡ് കൂട്ടി ഓടാ. അപ്പൊ പറഞ്ഞ് നിൽക്കുക നിൽക്കുക എന്ന് പറയുന്നു. നിൽക്കോ, ഉറക്കെ വിളിച്ചു പറയുന്നു, നിൽക്കൂ സഹോദര, നിൽക്കൂ സഹോദര, നിന്നോട് പ്രതികാരമില്ല, നിന്നൊന്നും ചെയ്യാൻ തയ്യാറില്ല, ഒന്നും ചെയ്യൂല, നിൽക്ക് എന്ന് പറഞ്ഞ അവസാനം ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പ് കണ്ടപ്പോൾ ആ മോഷ്ടാവ് നിൽക്കുകയാണ്. നിന്നു അടുത്തേക്ക് അബൂ യസീദ് അൽ ബിസ്താമി ചെല്ലുകയാണ്. അബൂ യസീദ് അൽ ബിസ്താമി ആ കള്ളനോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, നിന്നോട് ഞാൻ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് നീ എന്നെ ഡ്രസ്സ് പൊട്ടിച്ചു കൊണ്ടുപോവുകയാണ്, അത് തിരിച്ചു വാങ്ങാനല്ല, അത് നീ എടുത്തോ, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് നൽകിയിരിക്കുന്നു. നാളെ ഈ ഡ്രസ്സിന്റെ പേരിൽ പടച്ചവന്റെ കോടതിയിൽ ഞാൻ നിനക്ക് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് നിനക്ക് മാപ്പ് തരാനാണ്, പൊരുത്തമാണ് സഹോദരൻ എന്ന് പറയാനാണ് നിന്നെ ഞാൻ വെളുപ്പിച്ചു നിർത്തിയത് എന്ന് അബൂ യസീദ് അൽ ബിസ്താമി. എന്തേ പൊരുത്തപ്പെടുത്തു കൊടുത്തില്ല എങ്കിൽ നാളെ ഈ മോഷണത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ആ മോഷണ വസ്തുവുമായി മോഷ്ടാവ് വരേണ്ടി വരും. അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ഡ്രസ് കൊണ്ട് എന്റെ അടുക്കിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല, നീ എടുത്തോ, പൊരുത്തമാണ് എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് മഹാൻ മറുപടി പറയുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, അതേ പ്രകാരം നമ്മളോട് മോശമായി പെരുമാറിയ ആളുകളുണ്ടാകും. അവരോട് നമുക്ക് പൊറുക്കാൻ കഴിയണം. സിദ്ദീഖ് തങ്ങളോട് ഖുർആൻ പറയുന്ന പോലെ, അലാ തുഹിബ്ബൂൻ അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതേപോലെ നിങ്ങളും പൊറുക്കണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല സത്യം ചെയ്തു പോയില്ലേ, വല്ലാഹി എന്ന് പറഞ്ഞു പോയില്ലേ, പ്രായശ്ചിത്തം കൊടുത്തു, കഫാറത്ത് കൊടുത്തു, എന്നിട്ട് മുസ്തഹിന് വേണ്ട സാമ്പത്തികം വീണ്ടും പുനഃസ്ഥാപിച്ചു. സാമ്പത്തിക സഹായം മാത്രമല്ല, മുമ്പത്തേതിനേക്കാൾ കൂടുതൽ നന്നായി ഒന്നുകൂടി സാമ്പത്തികമായി സഹായിച്ചു എന്ന് ചരിത്രങ്ങൾ കാണാം. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത്, അല്ലാഹു നമുക്ക് പാപങ്ങൾ പൊറുക്കാൻ, പാപങ്ങൾ നമ്മൾ വന്നു പോകും സഹോദരങ്ങളെ. മനുഷ്യരായ നമ്മൾ പാപങ്ങൾ വന്നു പോകും. പാപം ചെയ്യണമെന്നല്ല, കുറ്റം ചെയ്യണമെന്നല്ല, ദോഷങ്ങൾ വന്നു പോകും. വന്നു പോയാൽ അതിനുള്ള പശ്ചാത്താപം, അതിനുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് അല്ലാഹുവോട് ഖേദിച്ച് പറയലാണ്, അല്ലാഹുവിലേക്ക് മടങ്ങലാണ്, അടച്ചവരോട് പൊറുക്കല്ല ചോദിക്കലാണ്. അല്ലേ? മനസ്സുകൊണ്ട് ഖേദിക്കണം. എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ താൽക്കാലികമായി കാക്കരൂപയും പോലെയല്ല, അങ്ങനെ ഉണ്ടാകും. അങ്ങനെയാവരുത്. നമ്മള് ഇഷ്ടംപോലെ കുടിച്ച് ആര് പറഞ്ഞിട്ടും എന്ത് ഊർത്തി കേട്ടിട്ട് യാതൊരു മാറ്റം ഉണ്ടായില്ല. മദ്യപാനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. അങ്ങനെ കുടിച്ചു കുടിച്ചു കുടിച്ച് ഉള്ളെല്ലാം കലങ്ങി. മംഗലാപുരത്തെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ച് പറഞ്ഞു, ഉള്ളിലെ കാര്യമായിട്ട് പാർട്സ് ഒന്നുമില്ല, ഒക്കെ പോയിട്ടുണ്ട്. ഇനി അങ്ങാണ്ട് നീ കുടിച്ചാൽ അപ്പൊ ഓൺ ദ സ്പോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തൂബയുണ്ട്. പടച്ചോനെ ഞാൻ മടങ്ങാണ്. ആ തൂബ പടച്ചോൻ ആവശ്യമില്ല. അല്ലാഹുവിനെ ആഗ്രഹിച്ച പടച്ചോന്റെ നിഅമത്തല്ലേ, പടച്ചോന്റെ ദുനിയാവല്ലേ, എന്നിട്ടും ഞാൻ ധിക്കാരമല്ലേ കാണിക്കുന്നത് എന്ന ഖൽബിലെ നിഷ്കളങ്കമായ നിഷ്കപടമായ തൗബ, അതാ റബ്ബ് ആഗ്രഹിക്കുന്നത്. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ,
മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്നടങ്കം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങുക. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ മാത്രമല്ല, ഇസ്തിഗ്ഫാർ കൊണ്ട് പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കൽ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് മേന്മകൾ വിശ്വാസിക്ക് വരാനുണ്ട്. റസൂൽ പഠിപ്പിക്കുകയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിയാൽ, എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മഹാനായ അല്ലാഹുവിനോട് ഞാനിതാ പൊറുക്കലിനെ ചോദിക്കുന്നു, ഇതാണ് തന്നെ അർത്ഥം. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദുആ ദിക്ർ ഇതായിരുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല അല്ലാഹ്, സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുകയാണ്, നീ എത്ര വിശുദ്ധനാണ്, നീ പരിപൂർണനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അക്രമികളിൽ പെട്ടുപോയി ഞാൻ അല്ലാഹ്, അക്രമിയായി പോയി ഞാൻ, എനിക്ക് മാപ്പ് തരണേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. ബഹുമാനപ്പെട്ട യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പ്രവാചകത്വം കൊടുത്തു. 40-ാം വയസ്സിൽ കിട്ടിയ പ്രവാചകത്വം കൊണ്ട് നാട്ടിലാകെ ദഅവത്ത് ചെയ്യുകയാണ്, ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ദഅവത്ത് ചെയ്തു. കാര്യമായിട്ടൊന്നും ആളുകൾ യൂനുസ് നബിയുടെ വിളിക്ക് ഉത്തരം ചെയ്തില്ല, ദഅവത്ത് സ്വീകരിച്ചില്ല. എത്ര വിളിച്ചിട്ടും എത്ര ആളുകളെ നേർവഴിയിലേക്ക് ക്ഷണിച്ചിട്ടും ആരും ഉത്തരം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം ദേഷ്യം പിടിച്ച്, ഇവരെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരോട് ദേഷ്യം പിടിച്ച് ചൊടിച്ചുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ കയറി പോവാ. കപ്പൽ കയറിപ്പോയി, നാട്ടുകാരോട് ദേഷ്യം പിടിച്ചിട്ട് കപ്പൽ കയറിപ്പോയി. കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കപ്പലിൽ ഓവർലോഡായി, ആളുകൾ ഏറെയായി. കപ്പൽ ആടാനും മറിയാനും തുടങ്ങി. ഏതെങ്കിലും ഒരാളെ ഈ കപ്പൽ ഒഴിവാക്കിയില്ല എങ്കിൽ ഈ കപ്പൽ മറിയുമെന്ന അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ആരാ തയ്യാറാവുക? അല്ലാഹു തആലയാണല്ലോ യൂനുസ് നബിയെ നബിയാക്കിയത്. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം നാടുകയാണ്. അപ്പോഴായി സംഭവം. കപ്പൽ മറിയാൻ പോകുന്ന അവസ്ഥ വന്നപ്പോൾ ആരും ഞാൻ എന്ന് പറയാൻ തയ്യാറില്ല. ആരാ ജീവനൊടുക്കാൻ, ജീവൻ കളയാൻ തയ്യാറാവുക? അവസാനം എല്ലാവരും അഭിപ്രായത്തിലെത്തി, നറുക്കിടാൻ നമുക്ക്. ആ നറുക്കിൽ ആര് വീഴുന്നോ അവരെന്താവണം? ഈ കപ്പൽ പുറത്തേക്ക് പോയിക്കൊള്ളണം, കപ്പലിന്റെ വെള്ളത്തിലേക്ക് ചാടിക്കൊള്ളണം. നറുക്ക് വീഴുകയാണ് മഹാനായ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. യൂനുസ് നബിയുടെ പേരാ വന്നത്. യൂനുസ് നബി അല്ലാഹു ആ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി. വെള്ളത്തിലേക്ക് ചാടേണ്ട നിമിഷം ഒരു വലിയ മത്സ്യം വന്നുകൊണ്ട് യൂനുസ് നബിയെ വിഴുങ്ങുകയാണ്. വലിയ മത്സ്യം ആഴക്കടലിന്റെ ആഴിയിൽ ഇരുട്ടറയിൽ, അതും ഒരു മത്സ്യത്തിന്റെ വയറ്റേകത്ത് ഇരുട്ടറയിൽ പെടുകയാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. യൂനുസ് ചിന്തിച്ചു പോയി, എനിക്കെന്തേ ഇങ്ങനെ അവസ്ഥയുണ്ടായത്, എനിക്കെന്തേ പറ്റിയത്? യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ചിലത് തോന്നുകയാണ്, ചിലത് മന്ത്രിക്കുകയാണ്. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിന്റെ പ്രവാചകനാക്കി, നബിയാക്കി. ആ റബ്ബിന്റെ സമ്മതമില്ലാതെ നാട്ടുകാരോട് ദേഷ്യം പിടിച്ചുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങിപ്പോന്നത്? മനസ്സിലാക്കുന്ന യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ആഴക്കടലിന്റെ ആഴിയിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ ഉള്ളവയാകുന്ന കിടന്നുകൊണ്ട് യൂനുസ് നബി ദുആ ചെയ്യുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ എല്ലാവരും ഇല്ലാഹില്ല, നിന്നെ ഞാൻ അംഗീകരിക്കുകയാണ്, നിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയാണ്. എന്നിൽ നിന്ന് അബദ്ധം വന്നു പോയി, അക്രമിയായി പോയി എന്ന് വയറിൽ കിടന്നുകൊണ്ട് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുകയാണ്. ആവർത്തിച്ചാവർ ചൊല്ലുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയാണ്, യൂനുസ് എങ്ങാണ്ട് ഈ തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ, ഈ ദിക്ർ ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അഥൂൻ. ഖിയാമത്ത് നാൾ വരെ ആ മത്സരത്തിലായി യൂനുസ് നബി കഴിയേണ്ടി വരുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ദിക്ർ ചൊല്ലുകയില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നില്ല യൂനുസെങ്കിൽ, യൂനുസ് ആ മത്സരത്തിൽ ഖിയാമത്ത് നാൾ വരെ കഴിയേണ്ടി വരുമായിരുന്നു. ഈ ദിക്ർ ചൊല്ലിയതിന്റെ ഫലമായി
മത്സ്യം വന്നു, കരയുടെ അടുത്തേക്ക് വരികയാണ്. കരയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വാ പുറച്ചു ബഹുമാനപ്പെട്ട യൂനുസ് പുറത്തേക്ക് വരികയാണ്, കരയിലേക്ക് വരികയാണ്. യൂനുസ് രക്ഷപ്പെടുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഈ സംഭവം ധരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ഖുർആൻ പഠിപ്പിച്ച ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഏത് വിഷമത്തിലകപ്പെട്ടവനും കടക്കണിയാണെങ്കിലും ജയിലറയാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ അവനിക്ക് ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് സലാമത്തുണ്ടാകും, രക്ഷപ്പെടും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന വേണേ. പരിശുദ്ധ ഖുർആൻ എല്ലാ രോഗത്തിനും എല്ലാ വിഷത്തിനും ചികിത്സയാണ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് എന്തൊക്കെ രോഗമുണ്ട്, എത്ര രോഗത്തിന് വേണ്ടി എത്ര ഫാത്തിഹ ഓതി, ഇതുവരെ രോഗം മാറിയില്ലല്ലോ. അറിയില്ലേ, സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള കാലത്ത് 30 സ്വഹാബികൾ ദീനീ ദഅവത്തിന് വേണ്ടി ഒരു നാട്ടിലേക്ക് ചെല്ലുകയാണ്. 30 ആളുകൾ ഒന്നിച്ചാണ്. ആ നാട്ടിൽ ചെന്നു അവരെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷേ നാട്ടുകാർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിഥികളായി വന്ന ഈ ആളുകളെ മെയിൻഡാക്കാൻ പോലുമില്ല, ഒരു നിലക്കുള്ള മെയിൻഡാക്കിയില്ല, അവരെ പൂർണ്ണമായിട്ട് അവഗണിച്ചു. വല്ലാതെ മനസ്സ് വിഷമിച്ച് ആ നാട്ടിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ് 30ഓളം വരുന്ന സ്വഹാബത്ത്. കാരണം ഒരു ആദിത്യ മര്യാദ പോലില്ലെങ്കിൽ, പറഞ്ഞ വാക്ക് കേട്ടില്ലെങ്കിലും വിളിക്കുത്തരം ചെയ്തില്ലെങ്കിലും ഒരു അതിഥികളായി വന്ന അന്യ നാട്ടുകാരല്ലേ, ആ ഒരു മര്യാദ പോലും കാണിക്കാത്തവർ എന്റെ മനസ്സിൽ നനച്ചു നിൽക്കുമ്പോഴാണ് ആ ഗ്രാമത്തിൽ ഒരാൾ ഓടിക്കിടച്ചുകൊണ്ട് വരികയാണ്. ഓടിക്കിടച്ചുകൊണ്ട് വന്ന് ചോദിക്കുന്നു, ഈ 30ഓളം വരുന്ന ആളുകളോട് സ്വഹാബിയോട് ചോദിക്കുന്നു, ഹൽ ഫീകും മിൻ റാഖിൻ, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്ന ആളുണ്ടോ, മന്ത്രിക്കാൻ പറ്റിയ ആളുകളുണ്ടോ? അപ്പോ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളാരും മന്ത്രിക്കുന്ന ആൾക്കാരൊന്നുമല്ല, മന്ത്രിക്കുന്ന ആൾക്കാരൊന്നുമില്ല. ആ സമയത്ത് മഹാനായ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല പറയുകയാണ്, മറ്റുള്ള കൂട്ടുകാരോട് 29ഓളം വരുന്ന കൂട്ടുകാരോട് പറയുന്നു, ഞാൻ പോയിട്ട് മന്ത്രിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ പോയിട്ട് മന്ത്രിക്കാം. ആ സമയത്ത് ബാക്കിയുള്ളവർ പറഞ്ഞു, പോയി മന്ത്രിച്ചോ, ഒരാൾ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ, ഒരാൾ ഗുണം ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ വേണ്ടത്, പോയി മന്ത്രിച്ചോ. ബഹുമാനപ്പെട്ട അബൂ സഈദ് തങ്ങൾ പോയിട്ട്, അതായത് ആ നാട്ടിലെ ഗ്രാമത്തലവൻ പാമ്പിന്റെ കടിയേറ്റുകൊണ്ട് വിഷം കയറിയിട്ട് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ശരീരമാകെ നീല നിറത്തിലായിരിക്കുകയാണ്, അല്ലാതെ മരണത്തിന്റെ അങ്ങെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ സഹോദരൻ മന്ത്രിക്കാനാ വിളിച്ചത്. ബഹുമാനപ്പെട്ട അബൂ സഈദ് തങ്ങൾ ചെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. ഫാത്തിഹ മന്ത്രിച്ചൂതി ഊതിയപ്പോഴേക്ക് ഈ മനുഷ്യന്റെ, ഈ ഗ്രാമത്തലവന്റെ വിഷമിറങ്ങുകയാണ്. വിഷമിറങ്ങി മരണത്തോട് മുന്നിട്ടിരുന്ന സഹോദരൻ ഗ്രാമത്തലവൻ എഴുന്നേറ്റ് വരികയാണ്, ഊർജ്ജസ്വലനാവുകയാണ്. പഴയ പോലെ തന്നെ ആരോഗ്യം തിരിച്ചു കിട്ടിയതുപോലെ നല്ല ഉഷാറായി. ഗ്രാമത്തലവനല്ലേ, നാട്ടിലെ കാരണവരല്ലേ. അപ്പോ ഈ വിഷം ഇറക്കിയതിന്, ഈ ചികിത്സയ്ക്ക് പകരമായി ആ ഗ്രാമത്തലവൻ 30 ആടുകളെ കൈമടക്കായിട്ട് കൊടുത്തു. 30 ആടുകളെ, ചെറിയ കൈമടക്കൊന്നല്ല, 30 ആടുകളാ കൈമടക്ക. പോയ അബൂ സഈദ് അൽ-ഖുദരി വരുന്നു, 30 ആടുകളെയും തെളിച്ചുകൊണ്ട്. വന്ന സമയത്ത് അവർക്കിടയിൽ ചർച്ച, നിന്നെ ആരാ മന്ത്രം പഠിപ്പിച്ചത്? ഇനി മന്ത്രിച്ചാൽ തന്നെ ഇത്ര വലിയ കൈമടക്കോ? ചർച്ച സ്വഹാബത്തിനിടയിൽ. വന്നവർക്കിടയിൽ ചർച്ച, എന്തിങ്ങനെ വിഷയം? സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്കെത്തി. റസൂൽ തങ്ങൾ അബൂ സഈദിനെ വിളിപ്പിച്ചു. അബൂ സഈദിനോട് ചോദിച്ചു, അല്ല അബൂ സഈദേ, നീ എന്താ മന്ത്രിച്ചത്? ഞാൻ ഫാത്തിഹ മന്ത്രിച്ചു നബിയേ. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഫാത്തിഹ മന്ത്രിക്കാനും? എങ്ങനെയാണ് മന്ത്രിക്കാൻ കാരണം എന്താണ്? അബൂ സഈദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ചുണ്ടിൽ നിന്ന് ഞാൻ കേട്ട വാക്കാണ് എല്ലാ ദശത്തിനും ഈ ഫാത്തിഹ മരുന്നാണ് എന്ന്
ദവാഉം മിൻ കുല്ലി സുമ്മ, എല്ലാ വശത്തിനും മരുന്നാണ് എന്ന് അങ്ങയുടെ ചുണ്ടിൽ ഞാൻ കേട്ട വാക്കാണ്. ആ വാക്ക് എന്റെ മനസ്സിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഞാൻ മന്ത്രിച്ചതാണ്. ഞാൻ മന്ത്രിച്ചു, രോഗം മാറി, വിഷമിറങ്ങി. അതുകൊണ്ട് സമ്മാനമായി 30 ആടുകൾ നൽകിയിരിക്കുന്നു. അത് വാങ്ങാൻ പറ്റുമല്ല ചർച്ചയാണ് ഇപ്പൊ ഉള്ളത്. ഇതാണ് വിഷയം. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എത്ര ആടുകളാണ്? 30 ആടുകൾ. നിങ്ങൾ എത്ര പേരാ? ഞങ്ങൾ 30 ആളുകൾ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഓഹരി വെക്കുമ്പോൾ 30 ആടുകളെ ഓഹരി വെക്കുമ്പോൾ 30 ഓഹരി പോരാ, 31 ഓഹരിയാക്കണം. ഒരു ഓഹരി എനിക്കും വേണേ സയ്യിദുനാ റസൂലുള്ളാഹ്. 31 ഓഹരിയാക്കണം, ഒരു ഓഹരി എനിക്കും വേണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമറങ്ങാൻ ഫാത്തിഹ സൂറത്ത് നമ്മൾ മന്ത്രിച്ച ശരിയാവോ? ഇറങ്ങോ? ഈമാനുണ്ടെങ്കിൽ ഇറങ്ങുന്നു. വിശ്വാസമുണ്ടോ? സുസാധ്യമാണ്, പ്രശ്നമല്ല. വിശ്വാസം വേണം, അതാണ് വിഷയം. ഏതൊരു വിഷയത്തിലുള്ള പ്രശ്നമാണ് വിശ്വാസം. നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഡോക്ടറാണെങ്കിൽ കാര്യമായിട്ട് അങ്ങനെ സംസാരിക്കുന്നില്ല. മാത്രമല്ല മൂപ്പരാണെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കില്ല. നമുക്ക് തീരെ ഇഷ്ടമായില്ല. ചെന്നിരുന്നു, പേരെന്താ ചോദിച്ചു, വയസ്സെത്രയും ചോദിച്ചു, എന്താ രോഗം എന്ന് പറഞ്ഞു. രോഗം പറഞ്ഞു കഴിയുമ്പോഴേക്ക് മൂപ്പര് മരുന്ന് എഴുതി കഴിഞ്ഞ് നമ്മളിങ്ങനെ രോഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സമാധാനമില്ല. നമ്മൾ രോഗം പറയുമ്പോൾ തന്നെ എന്ത് ഡോക്ടർ അയാള് മരുന്ന് ചെയ്തിട്ടുണ്ട്, അയാൾ തന്നെ മരുന്ന് കഴിച്ചാൽ നമ്മുടെ രോഗം മാറൂല എന്നുകൊണ്ട് നമുക്ക് തൃപ്തിയായിട്ടില്ല. ഒരു വിശ്വാസം അത് പ്രധാനമാണ്. നേരെ മറിച്ച് അതൊന്നും വേണ്ട. ഒരുപക്ഷെ MBBS കാരനായ ലോക്കൽ മറ്റൊരു സ്പെഷ്യലൈസേഷൻ കഴിയാത്ത ഡോക്ടറായിരിക്കും. നമുക്ക് നല്ല വിശ്വാസ, നല്ല പെരുമാറ്റമാണ്. കണ്ടപ്പോ തന്നെ ചോദിച്ചു വിഷയങ്ങൾ, എന്താ നീ ഇന്നലെ എന്താ കഴിച്ചത് എന്നൊക്കെ വിശദമായി ചോദിച്ചു. അപ്പൊ നമുക്കിത് നല്ല വിശ്വാസം വന്നു. അയാൾ തന്ന മരുന്ന് ഒരു ദിവസം കഴിച്ചാൽ മതിയാകും, രോഗം മാറും. വിശ്വാസ വിഷയമാണ് പ്രിയമുള്ളവരെ. അതേ പ്രകാരം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശുദ്ധമായ ഈ ഹദീസുകൾ, ഈ ദിക്റുകൾ, ഈ ഖുർആനിക സൂക്തങ്ങൾ, ഇതൊക്കെ ഓടിയാൽ, അതൊക്കെ മന്ത്രിച്ചാൽ അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹിന്റെ വാക്കാണ്, പുലരുന്ന വാക്കാ. ഒരിക്കലും കടവല്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് വിശ്വാസം വേണം, അല്ലെ? ഏതൊരു മരുന്നും ഫലം ചെയ്യണമെങ്കിൽ ആ മരുന്നിന്റെ പഥ്യം സ്വീകരിക്കണം. അലോപ്പതി മരുന്ന് കഴിക്കുമ്പോ ആ മരുന്നിന്റെ പഥ്യം സ്വീകരിക്കണം. ആര്യവൈദ്യ മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ പഥ്യം സ്വീകരിക്കണം. ആര്യവൈദ്യ മരുന്നാണെങ്കിൽ പഥ്യം കുറച്ച് കൂടുതലായിരിക്കും. അതിൽ മീനും ഇറച്ചിയും തൊടാൻ പാടില്ല, അല്ലെ? ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. പുളി അത് അടുത്തുകൂടെ പോകാൻ പാടില്ല, മുളക് അത് കാണാൻ പാടില്ല. ഭയങ്കര കണ്ടീഷൻ ആയിരിക്കും. അലോപ്പതിയിൽ അത്ര ഉണ്ടാവൂല. ഒരാൾ വിചാരിച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്, അതിനൊരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്. അതുകൊണ്ട് കഴിക്കാൻ വല്ലാത്ത പേടി. ഇത് ആര്യവൈദ്യ മരുന്നാണെങ്കിലോ കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിൽ തടിക്ക് നല്ലതാണ്. പക്ഷെ ഇതിന്റെ പഥ്യം അതൊരു വിഷയമാണ്. അപ്പൊ ഇയാൾ ചെയ്തു അലോപ്പതിയുടെ പഥ്യം, മരുന്ന് ആര്യവൈദ്യം. പഥ്യമാരുടേത് അലോപ്പതിയുടേത്, മരുന്നോ ആര്യവൈദ്യം. നല്ല കാര്യം ഉണ്ടാവോ? പഥ്യം സ്വീകരിക്കാതെ ആ മരുന്ന് കൊണ്ട് എന്താ കാര്യം? അതേപോലെ ആത്മീയമായ മരുന്നുകളും ആത്മീയമായ ചികിത്സകളും ഫലം ചെയ്യാൻ നമ്മൾ ആത്മീയമായി വേണം. അത് ഫലം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ ഖുർആന്റെയോ ദിക്റിന്റെയോ മറ്റുമുള്ള ആത്മീയമായ ചികിത്സയുടെ കുറവല്ല, നമ്മുടെ കുറവാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ല, നമുക്ക് വിശ്വാസമുണ്ടോ, നമുക്ക് പൂർണ്ണമായ ഉറപ്പുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് ഉറപ്പിച്ചുകൊണ്ട് നാം ചെയ്യുന്നതോ തീർച്ചയായും അതിന്റെ ഫലം, അതിന്റെ നേട്ടം നമുക്ക് നേടാൻ കഴിയുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങനെയായിരിക്കണം നമ്മൾ ദിക്ർ ചൊല്ലേണ്ടത്. റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ദായിമായി കൃത്യമായി അതെപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് നേട്ടങ്ങൾ എന്തൊക്കെയാ? ഒന്ന് റസൂൽ പറഞ്ഞു, ഒന്ന് ജഅല ലഹു മിൻ കുല്ലി ളിഖിൻ മഖ്റജാ, ജഅല ലഹു മിൻ കുല്ലി ളിഖിൻ മഖ്റജാ. എല്ലാ ഇടുക്കമായ അവസ്ഥയിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു അവർക്ക് പുറത്തു പോകേണ്ട വഴി കാണിക്കും. എവിടെ കുടുങ്ങിയാലും ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയുള്ള വഴി കാണിക്കും. ഒരു മഖ്റജ്, ഒരു എക്സിറ്റ് അല്ലാഹു തആല കാണിക്കും. മിൻ കുല്ലി ളിഖിൻ, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും എല്ലാ ഇടുക്കമായ അവസ്ഥകളിൽ നിന്നും അല്ലാഹു ഒരു തുറവടി, ഒരു പുറത്തു പോകേണ്ട വഴി കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ,
എല്ലാ ടെൻഷനിൽ നിന്നും ഒരു മോചനമുണ്ടാകും. എത്ര വലിയ ടെൻഷനാണെങ്കിലും, തന്നെ ആലോചനപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്ര വലിയ വിഷമമാണെങ്കിലും ആ വിഷമത്തിന് സമാധാനം ഉണ്ടാകും. മൂന്നാമത് പറഞ്ഞു, വിചാരിക്കാത്ത വഴികളിലൂടെ, ചിന്തിക്കാത്ത വഴികളിലൂടെ റിസ്ക് ഉണ്ടാകുമെന്ന്, റിസ്കിന്റെ വഴി എളുപ്പമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആർക്കാ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവർക്ക്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരു ദോഷം ചെയ്ത ആളല്ല, ചെയ്യുമെന്ന് നമ്മൾ പറയാൻ പോലും പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. ആ റസൂല് എല്ലാ ദിവസവും ഒരു ഹദീസിൽ കാണാം 70 മറ, 70 പ്രാവശ്യം. മറ്റൊരു പേരിൽ കാണാം 100 മറ, 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. ഒരു ദോഷം ചെയ്യാത്ത, ഒരു ദോഷം ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത നബിയുനാ റസൂലുള്ളാഹ് 70 അല്ലെങ്കിൽ 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിനോട് പുറക്കല്ല ചോദ്യങ്ങൾ അധികരിപ്പിക്കുക. ആ പുറക്കല്ല ചോദ്യങ്ങൾ അധികരിപ്പിച്ചാൽ നമുക്കുള്ള ദോഷങ്ങൾ, ചെറിയ ദോഷങ്ങൾ പുറത്തുവിടപ്പെടുമെന്ന് മാത്രമല്ല, തൗബയുടെ നിബന്ധനകൾ മനസ്സിൽ കരുതിക്കൊണ്ട്, ആ കണ്ടീഷനുകൾ മനസ്സിലോട്ടുകൊണ്ട് നാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അത് തൗബയായി മാറും. അല്ലാഹു ദോഷങ്ങളെല്ലാം പൊറുക്കും എന്ന് മാത്രമല്ല, ജീവിതത്തിലെ സന്തോഷവും എല്ലാ വിഷമത്തിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും ഒരു മോചനവും മോക്ഷവും റബ്ബ് തആല തീരുമാനിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറയുക നല്ലൊരു സ്വഭാവമാണ്. അത് നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. റമദാനിൽ മാത്രമല്ല, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് റമദാനിലെ 2ാമത്തെ 10 ചൊല്ലൽ മാത്രമല്ല, എല്ലായ്പ്പോഴും ഇത് നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക. എന്നാൽ അതിന്റെ നേട്ടം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല പ്രിയമുള്ളവരെ, മനുഷ്യരല്ലേ, ദോഷങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എത്ര ദോഷങ്ങൾ ചെയ്തു എന്ന എണ്ണത്തിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ചെയ്തോ ഇല്ലേ ഒന്നും പറയേണ്ട, എല്ലാവരും ദോഷം ചെയ്തിരിക്കും, വന്നു പോയിരിക്കും. എങ്കിൽ ആ ദോഷങ്ങളിൽ നിന്നെല്ലാം അല്ലാഹുവോട് നമ്മൾ ഓരോ ദിവസവും പുറക്കല്ല ചോദിക്കണം. പ്രത്യേകിച്ചും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ ഹിസാബ് ചെയ്യപ്പെടും മുമ്പ് അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ചെയ്ത അമലുകളെ കുറിച്ച്, അല്ലാഹു നിങ്ങൾക്ക് തന്ന ആയുസ്സിനെ കുറിച്ച്, നിങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു ഹിസാബ് ചെയ്യും. ആ ഹിസാബിന് മുമ്പ് നിങ്ങൾ സ്വയം ഹിസാബ് ചെയ്യുക. നിങ്ങളൊന്ന് സ്വന്തം നഫ്സിനെ ഒന്ന് ഹിസാബ്, ഒന്ന് കണക്കെടുക്കുക. ഒന്ന് രാത്രി കിടന്നിറങ്ങാൻ നേരത്ത് ബെഡിൽ നിന്നിട്ട് ഒന്ന് ചിന്തിക്കുക, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു, രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ സമയത്ത് ഈ ബെഡിൽ നിന്ന് കിടക്കാൻ വേണ്ടി ഇരിക്കുന്ന ഈ സമയം വരെ എന്തൊക്കെ ചെയ്തു, അതിലെന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിരുന്നു, ആരെക്കുറിച്ചെല്ലാം എന്തൊക്കെ പറഞ്ഞിരുന്നു, എന്തെല്ലാം അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അബദ്ധങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ആ സമയത്ത് നാം അല്ലാഹുവോട് പൊറുക്കൽ ചോദിക്കുക. ആ സമയത്തിന് പുറക്കല്ല ചോദിച്ച് നമ്മൾ കിടക്കുക. ഒരു പക്ഷേ ആ ഉറക്കത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകുമെങ്കിൽ നമ്മുടെ മരണം ഖൈറായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട്? ദോഷങ്ങളിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ ദോഷമില്ലാത്തവനെ പോലെയാണ് എന്ന്, ദോഷം ചെയ്യാത്ത പിഞ്ചു മനസ്സ് പോലെ സ്ഫടിക സമാനമായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദോഷങ്ങൾ വരും. നിങ്ങൾ റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ ദോഷം ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലാഹു നിങ്ങളെ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ടോ വേറെ ഒരു കൂട്ടം ആളുകളെ കൊണ്ടുവരും. അവർ ദോഷം ചെയ്യും, ദോഷം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ കൊണ്ടുവരും. മാത്രമല്ല, അവർ ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല, അവർ റബ്ബിനോട് പുറക്കല്ല ചോദിക്കുകയും ചെയ്യും. ദോഷം ചെയ്ത് റബ്ബിനോട് പുറക്കല്ല ചോദിക്കുന്ന ഒരു കൂട്ടം മറ്റാളുകളെ അല്ലാഹുവിടെ കൊണ്ടുവരുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ യഥേഷ്ടം വേണ്ടത്ര ദോഷങ്ങൾ നമ്മിൽ നിന്ന് വരുന്നുണ്ട്. അതിന് നമ്മിൽ ഉണ്ടാകേണ്ടത് മനസ്സുകൊണ്ടുള്ള ഖേദമാണ്. ആ ദോഷത്തിലേക്ക് മടങ്ങിയില്ലെന്ന ഉറച്ച തീരുമാനമാണ്. ഉറച്ച തീരുമാനമെടുത്താൽ പ്രിയമുള്ളവരെ നമുക്ക് കഴിയും. അതിന് കഴിയുന്ന മാസമായി റമദാൻ. അത് കിട്ടാൻ വേണ്ടിയല്ലേ ഈ റമദാൻ പടച്ചോൻ ശരിയത്താക്കിയത്, അല്ലേ? ഈ പരിശുദ്ധ റമദാനിൽ
അള്ളാഹു ഹലാലാക്കിയത് പടച്ചവൻ ഹറാമാക്കി. വെള്ളം കുടിക്കാം, ഹലാലല്ലേ? ഹലാലായ പാനീയം മുഴുവൻ കുടിക്കാം, ഹലാലായ വെള്ളം, ഹലാലായ ഭക്ഷണം കഴിക്കാം. ഭാര്യാഭർത്തൃ ബന്ധം സുന്നത്താണ്, പുണ്യമുള്ള വിഷയമാണ്. അള്ളാഹു ഹലാലാക്കിയ ബന്ധമാണ്, വ്യഭിചാരം പാടില്ല. എന്നാൽ ആ ഭാര്യാഭർത്തൃ ബന്ധമോ ഭക്ഷണം കഴിക്കലോ വെള്ളം കുടിക്കലോ അള്ളാഹു പകൽ സമയത്ത് ഹറാമാക്കി. ചെയ്യാൻ പാടില്ല പറഞ്ഞു, ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞു. ഹലാലാക്കിയ പടച്ചോന് ഹലാലാക്കിയ ഒരു വിഷയം പോലും ഈ റമദാനിൽ ഹറാമാക്കിയപ്പോ നമ്മൾ അത് വെടിഞ്ഞ് ഒഴിവാക്കി നിൽക്കുന്നുണ്ട്. അത്യാവശ്യമുള്ള നമ്മുടെ വെള്ളവും ഭക്ഷണം ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഹലാലായ വിഷയങ്ങൾ പോലും അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ വിഷയങ്ങൾ നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ കഴിയും. അതിനാണ് പരിശുദ്ധ റമദാൻ. ലഅല്ലകും തത്തഖൂൻ. അങ്ങനെയുള്ള ബോധമുണ്ടാകാനാണ്. അള്ളാഹു ഹലാലാക്കിയ വിഷയം പോലും ഒഴിവാക്കാൻ, പകൽ സമയത്ത് ഒഴിവാക്കാൻ കഴിയുന്നുവെങ്കിൽ റബ്ബ് നിഷിദ്ധമാക്കിയ വിഷയങ്ങൾ ജീവിതമുടനീളം ഒഴിവാക്കാൻ കഴിയും എന്ന ബോധം തരാനാണ്. അതാണ് നോമ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ ഊന്നി പറയുകയാണ്, വിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരിക്കുമ്പോൾ, റഹ്മത്തിന്റെ പത്തിൽ അവസാനിക്കുമ്പോൾ, റഹ്മത്തി വസിഅത് കുല്ല ശൈഇൻ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹ് പറയുന്നു, എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നത് എന്റെ റഹ്മത്ത് എന്റെ കോപത്തെയും എന്റെ ദേശത്തെയും പരാജയപ്പെടുത്തിയിട്ട് എന്റെ റഹ്മത്ത് വിശാലമായി കിടക്കുകയാണ് എന്ന് റബ്ബ് തആല പറയുമ്പോൾ, മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു തആല റഹ്മത്തിനെ 100ആയി ഭാഗിച്ചു, കാരുണ്യത്തെ പടച്ചവൻ 100ആയി ഭാഗിച്ചു. ആ 100ൽ നിന്ന് 99 അവന്റെ പക്കൽ പിടിച്ചു വെച്ചു. 1 മാത്രമാണ് പടച്ചവൻ ഭൂമിയിലേക്ക് ഇറക്കിയത്. എങ്ങനെ? അള്ളാഹു റഹ്മത്തിനെ 100ആയി ഭാഗിച്ച് ആ റഹ്മത്തിന്റെ 99 അവന്റെ പക്കൽ പിടിച്ചു വെച്ചു. 1 മാത്രം പടച്ചവൻ ഭൂമിയിലേക്ക് ഇറക്കി. ആ ഭൂമിയിലേക്ക് ഇറക്കിയ റഹ്മത്ത് കൊണ്ടാണ്, പടച്ചവൻ ഇറക്കിയ റഹ്മത്ത് കൊണ്ടാണ് ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുന്നത്, നമുക്ക് മാതാപിതാക്കളോട് ബഹുമാനമുള്ളത്, നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹമുള്ളത്. അള്ളാഹ് ഇറക്കിയ റഹ്മത്തിന്റെ ഫലമായിട്ടാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എത്രയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്ര വലിയ അത്യുദാരനായ വിശാല മനസ്സിന്റെ ഉടമയാകുന്ന ഒരു അടിമ കണ്ണീരോടെ പറഞ്ഞാൽ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമദാൻ ശരീഫിൽ അല്ലാഹുവോട് പുറക്കല്ല ചോദിച്ച് നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളെ നാം തീർക്കും നമ്മുടെ റബ്ബിനോട് പുറക്കല്ല ചോദിച്ച്, പ്രത്യേകിച്ചും ആളുകളുമായുള്ള ഹക്കിടപാടുകൾ വല്ലതുമുണ്ടെങ്കിൽ നമ്മൾ തീർക്കണം, നമ്മൾ ഒഴിവാക്കണം. അതോടൊപ്പം നാമുമായി ആർക്കെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാൻ, അവർക്ക് മാപ്പ് കൊടുക്കാൻ. അങ്ങനെ ഒരു പക്ഷേ നാം മാപ്പ് കൊടുത്ത ആ വിഷയം വെച്ച് റബ്ബിനോട് നാം ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും, ഒരു സംശയവുമില്ല. നമ്മൾ ഒരാൾക്ക് മാപ്പ് കൊടുത്തു, ആ ഒരു മാപ്പ് വെച്ചുകൊണ്ട് പടച്ചോനെ എന്നെ എത്ര വിഷമിപ്പിച്ചവനാണ്, എന്റെ എത്ര രാത്രി ഉറക്കമടിപ്പിച്ചവനാവൻ, എത്ര ബുദ്ധിമുട്ടിച്ചവനാണ്, റമദാന്റെ ബർക്കത്ത് കൊണ്ട് നിന്നെ പേടിച്ച് ഞാൻ മാപ്പ് കൊടുത്തു വന്നാ, ഞാൻ പുറത്തു വന്നാ, അതുകൊണ്ട് എനിക്കൊരു വിഷമം ഇന്നുണ്ട് റബ്ബേ, പരിഹരിക്കണേ എന്ന് പറഞ്ഞാൽ ആ തവസ്സുൽ ചെയ്ത ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടാൻ സാധ്യത ഏറെയാണ്. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചല്ലോ മഹാനായ ഉസ്താദ് അവറുകൾ, 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിപ്പോയി. ആ കുടുങ്ങിപ്പോയ സഹോദരങ്ങൾ നടത്തിയതെന്താ? അവരുടെ അമലുകൾ വെച്ചുള്ള തവസ്സുല. അവർ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല അമലുകൾ മുന്നോട്ട് വെച്ചിട്ടാണ് റബ്ബിനോട് തവസ്സുൽ നടത്തിയത്. റബ്ബിനോട് പടച്ചവനെ, ഈ കുടുങ്ങിപ്പോയ ഈ ഗുഹയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്താൻ അവർ പ്രാർത്ഥിച്ചത് അവർ ചെയ്ത അമലുകൾ വെച്ചാണ്. അവർ ജീവിതത്തിൽ ചെയ്ത, അവർ ഓർത്തെടുത്ത ഏറ്റവും നല്ല അമൽ, അത് ഓരോന്ന് വെച്ച് 3 പേർ 3 കാര്യങ്ങൾ പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ ഗുഹാമുഖത്ത് വന്നിറങ്ങിയ പാറക്കല്ല് മാറി അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞുവെന്ന് പരിശുദ്ധമായ ഹദീസാണ്. അതേ പ്രകാരം നാം ചെയ്യുന്ന ഇത്തരം നന്മകൾ വെച്ചുകൊണ്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം, അല്ലാഹു സ്വീകരിക്കും.
അള്ളാഹു നമുക്ക് പെട്ടെന്ന് ഉത്തരം നൽകും. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളൊക്കെ നമ്മളുമായി അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോട്, നമ്മളുമായി മോശപ്പെട്ട പെരുമാറിയവരോട്, നമ്മെ വേദനിപ്പിച്ചവരോട് മാപ്പ് കൊടുക്കാൻ, അവർക്ക് പുറത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വിശാല മനസ്സുള്ള മനസ്സിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ജനിച്ചു വളർന്ന മക്ക, ആ മക്ക വിട്ടുകൊണ്ട് നബിതങ്ങളും സ്വഹാബത്തും പോകേണ്ടി വന്നു. പോകാൻ ആഗ്രഹമുണ്ടായിട്ട് പോയതല്ല, നിൽക്കാൻ നിവൃത്തിയില്ലാതെ കൊണ്ട് പോയതാണ്. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മക്കയുടെ ബൗണ്ടറി വെട്ടിയപാട് മക്കയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് റസൂൽ പറയുകയാണ്, മക്കയെ വിളിക്കുകയാണ്, മക്ക നിന്നിലാണ് ഞാൻ പിറന്നത്, നിന്നിലാണ് ഇതുവരെ ഞാൻ ജീവിച്ചത്. നിന്നെ പിരിയാൻ ആഗ്രഹമുണ്ടായിട്ട് പിരിയയില്ല, പക്ഷേ നിന്റെ നാട്ടുകാർ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കയോട് യാത്ര ചോദിച്ച് കണ്ണീരോടെ യാത്ര പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് താടനങ്ങളും പീഡനങ്ങളും സഹിച്ച് സ്വന്തം നാടും വീട് വിട്ടുകൊണ്ട് പരിശുദ്ധ മദീനയിൽ വരേണ്ടി വന്നു. 8 കൊല്ലക്കാലത്തോളം മദീനയിൽ താമസിച്ചു. അങ്ങനെ താമസിച്ച് ആട്ടിയോടിച്ച ആളുകളോട് പ്രതികാരം ചെയ്യാൻ ചാൻസ് ലഭിക്കുകയാണ്. മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആയുധബലമുണ്ട്, പേശീബലമുണ്ട്, ആളുകൾ ഇഷ്ടം പോലെയുണ്ട്, അംഗബലവും വിധേയത്വമുണ്ട്, പ്രതികരിക്കാൻ നല്ല പോലെ സാധിക്കും. പക്ഷേ ഖുറൈശികളും പേടികളാണ്, മക്കക്കാരും പേടികളാണ്. മുഹമ്മദ് എങ്ങനെ പ്രതികരിക്കും, മുഹമ്മദ് എങ്ങനെ പെരുമാറും, പലരും പേടിച്ചു വയ്ക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ കടന്നുകൊണ്ട് പറയുന്നു, മക്ക നിവാസികളെ, ഇദ്ഹബൂ വഅൻതും തുലഖാ എന്റെ സഹോദരൻ യൂസുഫ് പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ്, മക്കക്കാരെ നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്, ആരോട് പ്രതികാരമില്ല, ആരോട് പ്രതികാര നടപടിയില്ല, എല്ലാവർക്കും മാപ്പുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അഖൂലു കമാ ഖാല അഖീ യൂസുഫ്, എന്റെ സഹോദരൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബിയുടെ മോനായി പറഞ്ഞ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പോലെ ഞാനും പറയാണ്, നിങ്ങൾക്കെല്ലാം മാപ്പ്. യൂസുഫ് നബിയെ കിണറിൽ കൊണ്ടുപോയി എറിഞ്ഞ് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചവർ ആ സഹോദരങ്ങളാണ്. അവസാനം ആ ചരിത്രം ഞാൻ പറയുന്നില്ല. അവസാനം ഈജിപ്തിന്റെ അധികാരിയായി, രാജാവായി യൂസുഫ് നബി മരിക്കുമ്പോ, അധികാര കസേരയിലിരിക്കുമ്പോ യൂസുഫ് നബിയുടെ മുമ്പിലേക്ക് ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട്, വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോഴോ തന്റെ സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുത്ത യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ കൂട്ടുകാരോട് സഹോദരങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മാപ്പ് എന്ന് പറഞ്ഞ പോലെ ഞാനും പറയുന്ന മക്കൾക്കാരെ, നിങ്ങൾക്ക് മാപ്പ്, നിങ്ങൾക്ക് എല്ലാവരും സ്വതന്ത്രരാണ്, ആരോടും പ്രതികാരമില്ല. നിങ്ങൾക്കുള്ള നേതാവ് അബൂ സുഫിയാൻ അഭയം പ്രാപിച്ചാലും നിങ്ങൾ സുരക്ഷിതരാണ്, നിർഭയത്വമുള്ളവരാണ്, ഒന്നും പേടിക്കണ്ട, നിങ്ങളൊരാളും ആരും ഒന്നും ചെയ്യില്ല, നിങ്ങളെല്ലാം രക്ഷപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്ക് മാപ്പ് കൊടുക്കുമെങ്കിൽ എത്ര കഴിഞ്ഞിട്ടാണ് പ്രിയമുള്ളവരെ, എത്രയെല്ലാം താടനങ്ങളും പീഡനങ്ങളും സഹിച്ച ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള അനുവാദം ഉണ്ടാകുന്നത്. ഉമറിനെ പോലെയുള്ള, ഹംസയെ പോലെയുള്ള വില്ലാളി വീരന്മാർ ഇസ്ലാമിലേക്ക് വന്ന് പ്രതികരിക്കാനുള്ള ശേഷിയും ആയുധശേഷിയും അംഗബലവും ഒക്കെ ഉണ്ടായി, എല്ലാം നിലക്കുള്ള ശേഷിയുണ്ട്. എന്നിട്ടും അമ്മാർ ഇബ്നു യാസിനെ പോലെയുള്ള കുടുംബം പീഡിപ്പിക്കപ്പെട്ട് മരുഭൂമിയിൽ കിടത്തിയിട്ട് അമ്മാർ ഇബ്നു യാസിറിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഗുഹ്യസ്ഥാനത്തെ ഇരുമ്പ് കമ്പികൾ ചുട്ടുപഴുത്ത അടുപ്പിലിട്ട് ചൂടാക്കിയ ഇരുമ്പ് കമ്പികൾ കിടത്തിയിട്ട് പറയുന്നു, ഒന്ന് മാറാൻ തയ്യാറുണ്ടോ, പിന്മാറാൻ തയ്യാറുണ്ടോ?
അപ്പോഴും പറഞ്ഞു അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്, മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ മഹാനായ അമ്മാർ ഇബ്നു യാസിറിന്റെ കുടുംബം, ആ കുടുംബം സഹിക്കുന്ന ത്യാഗങ്ങൾ കണ്ടിട്ട് റസൂൽ പോലും വേദനിച്ചു പോയി. അവരെ സമാധാനിപ്പിക്കാൻ റസൂൽ പറഞ്ഞു, അമ്മാർ ഇബ്നു യാസിറിന്റെ കുടുംബം സ്വർഗ്ഗത്തിലൂടെ പാറിപ്പറക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു എന്ന് മഹാന്മാർ റസൂലുള്ളാഹി തങ്ങൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അത്രമേൽ ഇസ്ലാമിന് വേണ്ടി സഹിച്ച് ജീവനൊടുക്കി എല്ലാം സഹിക്കേണ്ട അവസ്ഥ ഉണ്ടായി. എന്റെ ശേഷിയില്ലാത്താണോ? അല്ല, ക്ഷമയാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അതുകൊണ്ടല്ലേ ഒരു വലിയ അനുയായി വൃത്തം, ഒരു കൂട്ടം ആളുകൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന, ഒരിക്കലും പതറിപ്പോകാത്ത 24 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യം അടക്കിവാഴുന്ന മഹാചക്രവർത്തിയായി സുൽത്താനായി മുഹമ്മദ് മുസ്തഫ തങ്ങളെ മാറിയത് ഈ ഒരു സമീപനം കൊണ്ടാണ്. വിവേചനമില്ലാത്ത, വ്യത്യാസമില്ലാത്ത, വർഗ വ്യത്യാസമില്ലാത്ത, തൊലിയുടെ നിറം പറഞ്ഞ് മാറ്റി വെക്കാത്ത റസൂലുള്ളാഹി. അവിടെ പണം വിഷയമല്ല, പണമില്ലാതെ ദരിദ്രന്മാർ അതും പ്രശ്നമല്ല, എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ മഹാനായ സയ്യിദുനാ ബിലാൽ, ആ ബിലാലിനെ, കറുത്ത കാപ്പിയായ ബിലാലിനെ സയ്യിദുനാ ബിലാൽ വിളിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. വിളിച്ചു ഉമർ ഫാറൂഖ്, സയ്യിദുനാ ബിലാൽ, ഞങ്ങൾക്കുള്ള നേതാവ് ബിലാൽ എന്ന് വിളിപ്പിച്ചു. തുലിയുടെ നിറം പ്രശ്നമായിരുന്നില്ല. അപ്പോഴോ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുമായി സഹാബത്തുമായി വല്ലാത്ത ആത്മബന്ധമായി. റസൂലുള്ളാഹിന്റെ പള്ളികളെ ബാങ്ക് വലിക്കാരനാണ്, മുഅദ്ദിനാണ് ബിലാൽ. റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഉറക്കെ വിളിക്കാൻ കഴിയുന്ന, അങ്ങോട്ടേക്ക് ശബ്ദം മുതൽ കേൾക്കുന്ന ശബ്ദമാണ് ബിലാലിന്റെ ശബ്ദം. അതുകൊണ്ട് ആ ബിലാലിന് വലിയ മഹത്വമുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ ബാങ്ക് വിളിക്കുന്നവർക്ക് മുഅദ്ദിനീങ്ങൾ, ബാങ്ക് വിളിക്കുന്നവർ ഒരുപക്ഷെ നമ്മളൊക്കെ 2ാം നമ്പറായി കാണുന്ന ജോലിയായിരിക്കും. ആരെ നമ്മൾ മുഅദ്ദിനാക്കുക, ആരെ നമ്മൾ മുക്രിയാക്കുക. ഒരു പള്ളി കമ്മിറ്റിയിൽ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. അപ്പോ എത്ര വേണം, എത്ര ശമ്പളം പ്രതീക്ഷിക്കുന്നു? ഏറ്റവും ലോ ശമ്പളം ആര് പറയുന്നു അവരെ നമ്മൾ ആ പണിക്ക് വേണ്ടി ഏൽപ്പിക്കും. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ബാങ്ക് മുഴക്കുന്നവർ, ഇന്നൽ മുഅദ്ദിനീന ഹും അത്വലു അനാഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മറ്റെല്ലാവരെക്കാളും തല പൊക്കി നിൽക്കുന്ന, പൊങ്ങി നിൽക്കുന്ന ആളുകൾ, നീളമുള്ള ആളുകൾ, നല്ലപോലെ തല പൊക്കി നിൽക്കുന്ന ആളുകൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാമിനല്ല ആ പവർ, മുഅദ്ദിനീങ്ങൾക്കാണ്, ബാങ്ക് വിളിക്കുന്നവർക്കാണ്. കഴുത്ത് കണ്ട് പൊങ്ങി നിൽക്കുന്നവർ. കാരണം പടച്ചവന്റെ പേര് അത് ലോകത്ത് മുഴക്കാൻ, അത് ഉറക്കെ പറയാൻ ശ്രമിച്ചവരാണവർ. എന്നാൽ ആ റസൂലുള്ളാഹിന്റെ മുഅദ്ദിനായി മാറി ബിലാൽ റളിയല്ലാഹു തആല. എന്നാൽ ആ റസൂലുള്ളാഹിയുമായി വല്ലാത്ത ബന്ധമായി, ആ ബന്ധം പിരിയാത്ത ബന്ധമായി. അതിനിടയ്ക്ക് മുഹമ്മദ് റസൂലുള്ളാഹി 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. റസൂലുള്ളാഹി വഫാത്താവുകയാണ്. റസൂലുള്ളാഹി വഫാത്തായ വിവരം അറിയുമ്പോൾ പിന്നെ ബിലാലിന് സഹിക്കാൻ കഴിയുന്നില്ല, ബിലാലിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബില്ലാത്ത ഒരു മദീനയെ ഓർക്കാൻ ബിലാലിന് കഴിയുന്നേയില്ല. ബിലാൽ അതോടെ ബാങ്ക് നിർത്തിവെച്ചു. പിന്നെ ബാങ്ക് വിളിക്കാൻ മദീനയിൽ ബിലാലില്ല. മാത്രമല്ല കുറഞ്ഞ സമയം അവർ റസൂലുള്ളാഹിയെ വഫാത്ത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മദീനയിൽ കഴിഞ്ഞുകൂടുമ്പോ റസൂലുള്ളാഹിനെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ എവിടെ നോക്കിയാലും റസൂലുള്ളാഹിന്റെ ഓർമ്മ മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ബിലാൽ മദീന വിട്ടുകൊണ്ട് പോവുകയാണ്, മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തേ മദീനയിൽ നിൽക്കുമ്പോ, മദീനയുടെ പള്ളി കാണുമ്പോ, മദീനയുടെ മിമ്പർ കാണുമ്പോ, മദീനയുടെ മിഹ്റാബ് കാണുമ്പോ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് മുഹമ്മദ് മുസ്തഫ. കടന്നു പോവുകയാണ്, നാട് വിട്ടുപോവുകയാണ്, മദീനയിൽ നിൽക്കാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹിയെ മനസ്സ് പിടച്ചു പോവുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. സിദ്ദീഖ് ഖലീഫയായി, ഉമർ ഫാറൂഖ് ഖലീഫയായപ്പോ മദീനയിലേക്ക് ബിലാൽ
ഭാഗമായി ഒന്ന് വരികയാണ്, ഒന്ന് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരികയാണ്. ആ സമയത്ത് ഉമർ ഫാറൂഖിനോട് സ്വഹാബി എന്നിട്ട് പറഞ്ഞു, ബിലാൽ വന്നിട്ടുണ്ട്, ബിലാൽ വന്നിട്ടുണ്ട് എന്ന് വിവരം ഉമർ ഫാറൂഖിനോട് പറയുന്നു. ഒന്ന് ബിലാലിനോട് പറയണം, ഒന്ന് പഴയ ബാങ്ക് വിളിക്കാൻ, പഴയ ബാങ്ക് വിളിയെന്ന് മുടങ്ങി കേൾക്കാനില്ല ആഗ്രഹമുണ്ട്, ഒന്ന് ബാങ്ക് വിളിക്കാൻ ബിലാലിനോട് പറയണേ. ബിലാലിനോട് പറഞ്ഞപ്പോൾ ബിലാൽ പറഞ്ഞു, ഇല്ല, എനിക്ക് വിളിക്കാൻ സാധ്യമല്ല. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വചനം പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. റസൂലുള്ളാഹില്ലാത്ത ഈ പുണ്യമദീനയെ ഓർക്കാൻ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, എനിക്കാവില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോഴും ജനങ്ങൾക്കുള്ള നിർബന്ധം മാനിച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് പറഞ്ഞു, ജനങ്ങൾക്കുള്ള ആവശ്യമില്ലേ, ജനങ്ങൾക്കുള്ള ആഗ്രഹമില്ലേ, ഒന്ന് വിളിക്കൂ ബിലാൽ. വർഷങ്ങൾക്ക് മുമ്പേ മദീനയുടെ അന്തരീക്ഷത്തിൽ അവസാനിച്ചു പോയ ആ ബാങ്കുളി വീണ്ടും മുടങ്ങാൻ പോവുകയാണ്. പരിശുദ്ധമായ ബാങ്ക് മുടക്കാൻ ബിലാൽ കയറുകയാണ്. പരിശുദ്ധ ബാങ്കിന്റെ ഒന്നാമത്തെ വചനം ബഹുമാനപ്പെട്ട ബിലാൽ ഉറക്കെ പറയുകയാണ്. രണ്ടാമത്തെ വചനം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ട് പ്രാവശ്യം പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയാൻ അശ്ഹദു അന്ന എന്ന് പറഞ്ഞപ്പോഴേക്ക് മുഹമ്മദൻ എന്ന് പറയുമ്പോഴേക്ക് റസൂലുള്ളാഹി തങ്ങളെ ഒത്തുകൊണ്ട് ബിലാൽ ബോധരഹിതനായി വീഴുകയാണ്. ബാങ്ക് അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ബാങ്ക് മുടങ്ങിയിട്ടില്ല. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അത്രയും സ്നേഹബന്ധമുള്ള, അത്രയും വലിയ ബഹുമാനമുള്ള, വല്ലാത്ത മാനസിക ബന്ധമുള്ള മഹാന്മാരായ സ്വഹാബത്തിനെ റസൂലുള്ളാഹിക്ക് പടച്ചുണ്ടാക്കാൻ, കൂടെ നിൽക്കാൻ കഴിയുന്ന പ്രിയമുള്ളവരെ, ആ റസൂലിന്റെ സമീപനമായിരുന്നു, റസൂലുള്ളാഹിന്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളും ഒരുപക്ഷേ പല നിലക്കുള്ള ആളുകളുണ്ടാകും. സോഷ്യൽ ലൈഫാണ്, സാമൂഹ്യ ജീവിതമാണ്, പല സ്വഭാവങ്ങളായിരിക്കും. 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവമായിരിക്കും. നമ്മളോട് ആരൊക്കെ മോശമായി പെരുമാറിയാലും അവരെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അവർ നമ്മളോട് കാണിച്ച അപരാധങ്ങളിൽ അവരോട് പുറത്താൻ, അവരോട് മാപ്പാക്കാൻ നാം തയ്യാറാവണം. അങ്ങനെ തയ്യാറായാൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കും. അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കണ്ടോ, നാം ചെയ്യുന്ന അമലുകളെ പോലും, നമുക്ക് ലഭിക്കേണ്ട മഗ്ഫിറത്തിനെ പോലും അല്ലാഹു തആല ബന്ധിപ്പിച്ചത് ഈ മനുഷ്യബന്ധവുമായിട്ടാണ്, ആളുകളുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സവിസ്തരമുള്ള കാര്യങ്ങൾ, ഇനി കുടുംബ വിഷയങ്ങളും മക്കളും മാതാപിതാക്കളുടെ ബന്ധം, മാതാപിതാക്കളോട് കാണിക്കേണ്ട ബഹുമാനം, അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മൾ ഇവിടെ ചെയ്യുന്ന മനുഷ്യരായ നമ്മൾ തമ്മിൽ കാണിക്കുന്ന ഈ ബന്ധം പോലും നമ്മുടെ അമലുകളെയും അതോടൊപ്പം നാളെ ആഖിറത്തിലെ വിജയത്തെയും ബന്ധിപ്പിച്ച വിശുദ്ധ ഇസ്ലാം. എന്തൊരു മഹത്താണ് മനുഷ്യബന്ധത്തിന് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബന്ധത്തെ പൂർണ്ണമായ സൂക്ഷ്മതയോടെ കൂടെ കൈകാര്യം ചെയ്യാനും നമ്മെ കൊണ്ട് ഒരാൾക്കും ഒരു നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാതിരിക്കാൻ, ഒരു മുസ്ലിമും നമ്മെ കൊണ്ട് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഉമ്മത്തിന് ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ലെങ്കിലും നമ്മെ കൊണ്ട് ഒരു ഉപദ്രവം വരാതിരിക്കാൻ, ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഖൈർ നൽകാൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ നാട്ടിൽ നടക്കുന്ന കലക്ഷൻ പുറത്ത് നടക്കുന്നുണ്ടാകും. മംഗല്യ നിധിയിലേക്ക് നിങ്ങളൊക്കെ നല്ല സഹായ സഹകരണങ്ങൾ എല്ലാവരും ചെയ്യുക. നമ്മളൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾ വിട പറയാൻ പോവാണ്. അവസാന സമയമാണ്. നമ്മളൊക്കെ മനസ്സ് വെച്ച്, നമ്മളൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ ബന്ധത്തിൽ അകന്നു നിൽക്കുന്ന ആളുകളുണ്ടാകും, നമ്മൾ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടാകും. മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ഈ പ്രസംഗം കഴിഞ്ഞാൻ പോയാൽ ആദ്യം ചെയ്യുന്ന ഏർപ്പാട് നന്നാക്കാനായിരിക്കും. ഒരുപക്ഷെ ഇപ്പൊ നേരിട്ട് കാണാനാകില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ഫോൺ വിളിച്ചവരോട് സംസാരിച്ച് നന്നാകും എന്നൊരു ഉറച്ച തീരുമാനത്തിലെത്ത് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ, അങ്ങനെയാകാൻ കഴിഞ്ഞാൽ അല്ലാഹു നമ്മളോട് കാരുണ്യം ചെയ്യും, അല്ലാഹു നമ്മളോട് പൊറുക്കും. അല്ലാഹുവേ, ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ, ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെറുതമൃതമായി ചെയ്തു പോയവരാണ്. ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ആരെയും ശിക്ഷിക്കല്ല അല്ലാഹ്. അദാബിൽ കൊടുക്കൽ റഹ്മാനേ.
പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധമായ മാസം ഈ റമദാന്റെ ആദ്യ പത്തിലെ ഏതാനും ചില മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഏതാനും ചില മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയമാണ്. ഞങ്ങളിലേക്ക് നിന്റെ റഹ്മത്ത് നോക്കണേ അല്ലാഹ്, കാരുണ്യത്തിൽ നോക്കണം റഹ്മാനെ. നിങ്ങളോട് നീ ദേഷ്യം പിടിക്കല്ല റബ്ബേ, നിങ്ങളെ ഹലാക്കാക്കല്ല റബ്ബേ. ഒരു നിലക്കുള്ള ബലാവും മുസീബത്തും നിങ്ങളുടെ ഉറക്കല റഹ്മാനെ. രോഗമെടുത്ത് നിങ്ങൾ ആരെയും നീ പരീക്ഷിക്കില്ല അല്ലാഹ്. നിന്റെ ഹബീബിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വരുന്ന ഓരോ ബലാവും ഞങ്ങൾ ചെയ്യും ദോഷങ്ങളെ കൊണ്ടാണ് എന്ന്. അല്ലാഹ് അതിനുള്ള പരിഹാരം തൗബയാണ് എന്നും പടച്ചവനെ ആ തൗബ ചെയ്യാൻ നിന്നിലേക്ക് മടങ്ങാൻ, നിന്നോട് പൊറുക്കൽ ചോദിക്കാൻ വേണ്ടിയുള്ള മനസ്സിനെ അതിനുള്ള നാക്കിനെ നമുക്ക് നൽകി റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളോട് ദേഷ്യം പിടിക്കല്ല അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ദീന് പറഞ്ഞു, ഞങ്ങൾ കേട്ടു, കേൾക്കുമ്പോഴാണ് ഓരോ വിഷയത്തിന്റെയും ഓരോ മനസ്സിലാക്കുന്നത്. പടച്ചവനെ ഞങ്ങൾ പൊറുക്കണേ റബ്ബേ. ആ ഗൗരവം കൊണ്ടുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, നിന്നെ കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, മുറാദുകളുണ്ട്. ഞങ്ങൾക്കുള്ള മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്, വിഷമങ്ങളെ തീർക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ റബ്ബേ, കടങ്ങളെ വെക്കണേ റഹ്മാനെ. സാമ്പത്തിക ബാധ്യത ഒരുപാടുണ്ട് റബ്ബേ. ചെയ്യുന്ന ജോലി കൊണ്ടോ ചെയ്യുന്ന ബിസിനസ് കൊണ്ടോ ആ കടം തീർക്കാമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നില്ല അല്ലാഹ്. യാ അല്ലാഹ്, നീ ഖസാന ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ, താക്കോൽ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ. നിനക്കെല്ലാം എളുപ്പമാണല്ലോ, എല്ലാത്തിനും കഴിവുള്ളവനല്ലോ. ഞങ്ങളിലേക്ക് നീ റഹ്മത്ത് നോക്കണേ അല്ലാഹ്. ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവനെ ചെന്നുകൊണ്ട് കൈനീട്ടേണ്ട ഗതികേട് ഞങ്ങൾക്കാർക്കും നീ വെറുതെ റഹ്മാനെ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നവരാണ്, ദീനിന്റെ ഖാദിമങ്ങളാണ്, ദീന് പറയുന്നവരാണ്, നീ നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. ഞങ്ങളൊന്ന് ചെറുതായി കാണാൻ, ഞങ്ങളൊന്ന് വീണ് കാണാൻ, ഞങ്ങൾ തകർന്ന് കാണാൻ, ഞങ്ങളൊന്ന് കിടന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട്. അവർക്ക് സന്തോഷിക്കേണ്ട വക നൽകല്ല അല്ലാഹ്, അവർക്കുള്ള കുടുംബങ്ങൾ ഫലിപ്പിക്കല്ല അല്ലാഹ്. ഒരു സാഹിറിന്റെ സിഹറും ഫലിയാറെ കാക്കണേ റഹ്മാനെ. ഒരു വാലിബിൽ നിന്നും ഫലിപ്പിക്കല്ല അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങളെ കൊണ്ട് സന്തോഷിക്കേണ്ട ഒരു വകയും നീ കൊടുക്കല റഹ്മാനെ. അവരെ നീ എളുപ്പരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ നിലക്കും ഇസ്സത്തുള്ളവരായി അഭിമാനമുള്ളവരായി ഞങ്ങളെ മാറ്റണേ അല്ലാഹ്. എവിടെയും ഫളീഹത്തിലാക്കല്ല അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗത്ത് പടച്ചവനെ മുസ്ലിം സമുദായം വിഷമത്തിലാണ്, യമനിൽ പ്രശ്നമാണ്, കുവൈത്തിൽ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്, ലോകത്തിന്റെ പല ഭാഗത്ത് മുസൽമാൻ കഷ്ടപ്പാടിലാണ്. അല്ലാഹ്, ഒന്ന് മോചനം കൊടുക്കണേ റബ്ബേ, ഒന്ന് സലാമത്ത് കൊടുക്കണേ റബ്ബേ, സമാധാനം നൽകണേ റബ്ബേ. പടച്ചവനെ ബോംബർ മിസൈലുകൾ വന്നുകൂടുന്ന അവസ്ഥയാണ്. ശത്രുവിന്റെ ആധിപത്യമാണ് എവിടെയും കാണുന്നത്. ശത്രുക്കളുടെ ആധിപത്യം കൊടുത്ത പോലെയാണ്. അറിയാമല്ലാ, ഞങ്ങൾ മോശമായാൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് നീ അധികാരം കൊടുക്കുമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മോശമായത് കൊണ്ട് തന്നെയാണ്. അറിയാമല്ലാ, പടച്ചവരെ ഞങ്ങളെ ഈസിലാക്കണേ റബ്ബേ, ഫളീഹത്തിലാക്കണേ റഹ്മാനെ, ഇരുവീട്ടിലും വിജയിപ്പിക്കണേ റബ്ബേ. അല്ലാഹു ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, വിഷമത്തോടെ പറഞ്ഞവരുണ്ട്, കണ്ണീരോടെ പറഞ്ഞവരുണ്ട്, പല അസുഖം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. റബ്ബേ സലാമത്താക്കണേ അല്ലാഹ്. കുടുംബത്തിൽ പല നിലക്കുള്ള വിഷമങ്ങളുമുണ്ട്, ഒന്ന് തീർത്തു കൊടുക്കണേ റബ്ബേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. പടച്ചവനെ, കൈവിട്ട് കൊടുത്ത പണമുണ്ട് റബ്ബേ, ആ പണം കിട്ടിക്കണേ അല്ലാഹ്. കടങ്ങളെ വിട്ടിട്ട അല്ലാഹ്, കച്ചവടങ്ങൾ ലാഭകരമാക്കണേ അല്ലാഹ്. ജീവിത വഴികൾ ഹൈറിലാക്കണേ അല്ലാഹ്. ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. പടച്ചവനെ, മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പടച്ചവനെ, മക്കളെ കൊണ്ടോ കുടുംബത്തെ കൊണ്ടോ കണ്ണീര് പിടിക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. കൺകുളിർമയാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ റഹ്മത്തിന്റെ പത്ത് അവസാനിക്കുമ്പോൾ മഗ്ഫിറത്തിന്റെ പത്ത് കടന്നു വരുമ്പോ എല്ലാവർക്കും നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും അതുവഴി വരെ മോചനം കിട്ടി റമദാൻ അനുകൂലമാകുന്ന ആളുകളിൽ നിങ്ങളെ പെടുത്തണേ റബ്ബേ. പ്രതികൂലമാകുന്ന കേടാകുന്ന ആളുകളിൽ നിങ്ങളെ ആരെയും നീ ആക്കല്ല അല്ലാഹ്.
പടച്ചവനെ ഈ റമദാനെതിരാണെങ്കിൽ നിന്റെ ഹബീബിന്റെ ശഫാഅത്ത് പോലും കിട്ടില്ലല്ലോ. ഞങ്ങൾ നീ പരാജയപ്പെടുത്തല റഹ്മാനെ. ലക്ഷക്കണക്കായ കോടിക്കണക്കായ ആളുകളെ നീ നരകത്തിൽ മോചിപ്പിക്കുമ്പോൾ നിങ്ങളെയും ഒന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് മരിച്ചുപോയ മുഴുവൻ പേർക്കും നീ സ്വർഗം ഓശാരമായി നൽകണേ റഹ്മാനെ. നിന്റെ മഹത്വങ്ങളുടെ കൈകൾ ശൂന്യമാണ്, അമലുകളില്ല, പാപികളാണ്. നരകത്തിലേക്ക് തള്ളിമാറ്റുന്ന റബ്ബേ, നരകത്തിന്റെ വരകാക്കുന്ന റബ്ബേ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ റബ്ബേ, നരകം ഹറാമാക്കണേ റബ്ബേ, നരകം ഹറാമാക്കണേ റബ്ബേ. ഇരു ലോകത്ത് വിജയിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ ഹബീബായ മുത്തുൽ ത്വാഹ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാനും അല്ലാഹ് സയ്യിദുനാ ബിലാലിന്റെ കഥ പറഞ്ഞ മജ്‌ലിസാണ്. എന്തോരു സ്നേഹമാണ് റബ്ബേ. ഏത് വിഷയത്തിലും റസൂലുള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്ന, മാത്രമല്ല റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ നബി ഓർത്തുകൊണ്ട് പോയി വിട്ടുവീടുന്ന മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അവരൊക്കെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഒരു 100% പോലും നിങ്ങളെ കൊണ്ട് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അല്ലാഹ് ആ റസൂലിനെ മരിക്കും മുമ്പ് സ്വപ്നത്തിലൂടെ ഒന്ന് കാണിക്കണേ റബ്ബേ. അതിനുള്ള ഈമാൻ നസീബാക്കണേ അല്ലാഹ്. ഇരുവീട്ടിലും ഖൈറക അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك جنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك جنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك جنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على النبي. الحمد لله رب العالمين.